morning. Good morning, ma'am. Good morning, ma'am. Okay, Good morning, ma'am. Okay, Rachina. Okay, Anu. Shaksina. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നമ്മൾ കുറച്ച് നാളായി തോന്നുന്നു അല്ലെ കണ്ടിട്ട്, കുറച്ച് ക്ലാസ്സുകളൊക്കെ നമ്മുടെ മിസ്സായി പോയി അല്ലെ. സാറെല്ലാം കോമ്പൻസേഷൻ വന്നതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ ഓക്കെ ജോയ്സി, ഗുഡ് മോർണിംഗ്. തുടങ്ങാം. അപ്പൊ നമ്മള് ഏറ്റവും ഒടുവിൽ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് ടോർക്ക് ആക്ട് വരെയായിരുന്നു അല്ലെ. നമ്മള് മൊഡ്യൂൾ 3 ആൻഡ് ലീഗൽ ഇഷ്യൂസ്. ഓക്കെ ഓക്കെ അതിനകത്ത് ടോർട്ട് നിയമങ്ങൾ വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അതിന്റെ എക്സാമ്പിൾസ് വരെ നമ്മൾ കണ്ടു അല്ലെ. മിസ്സലേനിയസ് ടോർക്സ് വരെയാണ് പറഞ്ഞു നിർത്തിയത്. അത്രയും ഭാഗങ്ങളൊക്കെ വായിച്ചു നോക്കിയോ നിങ്ങള്? എല്ലാ ആക്ടുകളുടെയും വർഷങ്ങളൊക്കെ പഠിച്ചോ എല്ലാവരും? ഓക്കെ ആണോ? എന്താണ് യാതൊരു റെസ്പോൺസും ഇല്ല? എല്ലാം വെള്ളത്തിലായോ? ഓക്കെ വായിച്ചു. ഓക്കെ ആക്ടുകളുടെ വർഷങ്ങളൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, പഠിച്ചു വെക്കണം. അപ്പോ നെക്സ്റ്റ് നമുക്ക് ഇനി നോക്കാം. ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ആണ് കേട്ടോ. ഇതാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിനെ പറ്റിയിട്ടാണ് നെക്സ്റ്റ് ഇനി നമുക്ക് നോക്കാനായിട്ടുള്ളത്. ഉപഭോക്തൃ സംരക്ഷണ നിയമം അല്ലെ. ആ ഒരു നിയമത്തിനെ പറ്റിയിട്ട് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും. എന്തെങ്കിലുമൊക്കെ നമ്മൾ ന്യൂസിലും മറ്റൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. ഉപഭോക്തൃ സംരക്ഷണ നിയമം അല്ലെ. അതായത് ഉപഭോക്താക്കളുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു ആക്ട് ആണ് കേട്ടോ. ലോ ഓഫ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറയുന്നത്. അപ്പൊ അതിനെ പറ്റിയിട്ട് നമുക്ക് നോക്കാം. അതിന്റെ കുറച്ച് പോയിന്റുകൾ മാത്രമാണ് അതിനകത്ത് പഠിക്കാനുള്ളൂ കേട്ടോ. പക്ഷെ എല്ലാ പോയിന്റുകളും ഇമ്പോർട്ടന്റ് ആണ്. Consumer Protection Act. This act came into force with effect from 1st September 1987. അതൊന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. അതായത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് നിലവിൽ വന്നത് വിത്ത് ഇഫക്റ്റ് ഫ്രം എന്നാണ് ഇത് പ്രാബല്യത്തിൽ വന്നത് 1987 സെപ്റ്റംബർ 1-നാണ്. This act came into force with effect from 1st September 1987. അതായത് 1987 സെപ്റ്റംബർ 1 മുതലാണ് ഈ ഒരു ആക്ട് നിലവിൽ വരുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ആക്ട് പ്രാബല്യത്തിൽ വന്നിട്ടുള്ളത്. ഓക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി എന്താണ് ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇത് അഡ്വാൻറ്റേജ് എന്ന് കഴിഞ്ഞിട്ട് ഒരു ചെറിയൊരു ഹൈഫൺ ഇടണം കേട്ടോ. ഓക്കെ അതിന്റെ അഡ്വാൻറ്റേജ്, ഈ ഒരു ആക്ടിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് അറിയോ? Minimal cost is involved and matter is decided within 3 to 4 months. അതായത് പരമാവധി കുറഞ്ഞ ചെലവില് നമുക്കൊരു 3-4 മാസങ്ങൾ കൊണ്ട് പ്രശ്നങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പരിഹരിക്കാനായിട്ട് സാധിക്കും. അതായത് ഈ പറയുന്ന പോലെ നമ്മൾ കൺസ്യൂമേഴ്സിന് ഉണ്ടാകുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ടുകള് അല്ലെങ്കിൽ അവർക്ക് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങള് നമ്മൾ ഈ ഒരു കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം മുന്നോട്ട് പോകുകയാണെങ്കിൽ പരമാവധി ഒരു മിനിമം കോസ്റ്റില് കുറഞ്ഞ ചെലവില് നമുക്ക് വെറും 3-4 മാസങ്ങൾക്കുള്ളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനായിട്ട് സാധിക്കും. എന്നുവെച്ചാൽ ഒരുപാട് ഡിലേ വരുന്നില്ല. മനസ്സിലായി? പിന്നെ എന്താണ് നമുക്ക് വളരെ കുറഞ്ഞ ചെലവിൽ നമുക്ക് വലിയൊരു ആ ഒരു കേസും കാര്യങ്ങളൊക്കെ നടത്താൻ ഒരുപാട് വലിയൊരു കോസ്റ്റ് നമുക്ക് അവിടെ വരുന്നില്ല. പരമാവധി എല്ലാവർക്കും അഫോർഡബിൾ ആവുന്ന ആ ഒരു കോസ്റ്റില് മിനിമം കോസ്റ്റില് നമുക്ക് ഒരു 3-4 മാസങ്ങൾക്കുള്ളില് പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനായിട്ട് സാധിക്കും. ഓക്കെ ഇനി ഈ ഒരു ആക്ടിന്റെ പ്രത്യേകത എന്താണ്? ദിസ് ആക്ട് പ്രൊവൈഡ്സ് റിഡ്രസൽ ഫോർ ഡിഫക്റ്റീവ് ഗുഡ്സ്, ഡെഫിഷ്യന്റ് സർവീസ്, അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ്. അതിന് പുറമെ ഈ ഒരു ആക്ട് എന്തിനൊക്കെയുള്ള പ്രൊട്ടക്ഷൻ ആണ് കൺസ്യൂമർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്? ഒന്ന്, ഇറ്റ് പ്രൊവൈഡ്സ് റിഡ്രസൽ ഫോർ ഡിഫക്റ്റീവ് ഗുഡ്സ്. ഇപ്പൊ ഈ പറയുന്ന കൺസ്യൂമേഴ്സ് അപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു പൈസ കൊടുത്ത് നമ്മൾ വാങ്ങുന്ന വസ്തുക്കൾക്കായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് ലഭിക്കുന്ന സേവനങ്ങളായിരിക്കാം അല്ലെ. ഇപ്പൊ വസ്തുക്കൾ പ്രോഡക്റ്റുകൾ വാങ്ങുന്ന ആളുകൾ മാത്രമല്ല കൺസ്യൂമർ അല്ലെ. അതായത് മറ്റേതെങ്കിലും സേവനങ്ങൾ കൈപ്പറ്റുന്ന വ്യക്തികളും അവരും കൺസ്യൂമേഴ്സ് ആണ് അല്ലെ. അപ്പൊ ഈ പറയുന്ന ഡിഫക്റ്റീവ് ആയിട്ടുള്ള ഗുഡ്സ്, അതായത് ഇപ്പൊ എന്തെങ്കിലും നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുന്ന സാധനങ്ങൾക്ക്
എന്തെങ്കിലും ഡിഫക്റ്റീവ്, അതായത് എന്തെങ്കിലും പോരായ്മകളുണ്ട്, ഡെഫിഷ്യൻസികൾ വന്നു കഴിഞ്ഞാല്, അതുപോലെ തന്നെ ഡെഫിഷ്യന്റ് സർവീസ്, നമുക്ക് ലഭിക്കുന്ന സേവനങ്ങളില് എന്തെങ്കിലും പോരായ്മകൾ വന്നു കഴിഞ്ഞാല്, അതുപോലെ തന്നെ അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ്, അതായത് അന്യായമായിട്ടുള്ള വ്യാപാര സമ്പ്രദായങ്ങൾ മൂലം ഉപഭോക്താക്കളുടെ സ്വാതന്ത്ര്യത്തിന് ഹരിക്കുന്ന രീതിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാല്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് ഒരു റിഡ്രസൽ, ഒരു പരിഹാരം പ്രൊവൈഡ് ചെയ്യാനായിട്ട് നമുക്ക് എന്തിലൂടെ സാധിക്കുമ്പോ ഈ പറയുന്ന കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം സാധിക്കും. ക്ലിയർ ആയല്ലോ? അപ്പൊ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം ഇറ്റ് പ്രൊവൈഡ്സ് ദി റിഡ്രസൽ ഫോർ ഡിഫക്റ്റീവ് ഗുഡ്സ്. നമ്മൾ വാങ്ങുന്ന സാധനങ്ങളിലും സേവനങ്ങളിലും ഉണ്ടാകുന്ന എന്തെങ്കിലും ഡിഫക്റ്റുകള്, പോരായ്മകള്, അല്ലെങ്കിൽ ലഭിക്കുന്ന സേവനങ്ങളിലുള്ള എന്തെങ്കിലും ഷോർട്ട് കമിങ്സ്, ഡെഫിഷ്യൻസികളാവാം, അതുമല്ലെങ്കിൽ അന്യായമായിട്ടുള്ള വ്യാപാര സമ്പ്രദായങ്ങൾ, ഇവയിൽ നിന്നുമൊക്കെ നമ്മുടെ കൺസ്യൂമറിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് കാരണമായിട്ടുള്ള ഒരു ആക്ടാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞല്ലോ അൺഫെയർ ആയിട്ടുള്ള ട്രേഡിംഗ് പ്രാക്ടീസ്, അന്യായമായിട്ടുള്ള വ്യാപാര സമ്പ്രദായം എന്ന് പറയുന്നത് എന്തൊക്കെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്? ഒന്ന്, നമ്മൾ ഈ പറയുന്ന പോലെ നിയമാനുസൃതമായിട്ടുള്ള എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള പ്രോഡക്റ്റുകൾ കൊടുക്കുക, അതുപോലെ തന്നെ അതിന് പറഞ്ഞിരിക്കുന്ന വിലയേക്കാളും കൂടുതൽ വില അതിൽ നിന്ന് ഈടാക്കുക, അതുപോലെ തന്നെ വിൽപ്പന വേഗത്തിലാക്കാനായിട്ട് തെറ്റായിട്ടുള്ള രീതിയിൽ പരസ്യ പ്രചരണങ്ങൾ നടത്തുക, അല്ലെങ്കിൽ അവർക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുള്ള ഉൽപ്പന്നങ്ങൾ കൊടുക്കുക, അല്ലെ? അപ്പൊ അതൊക്കെ ഇതൊക്കെ അൺഫെയർ ആയിട്ടുള്ള ട്രേഡിംഗ് പ്രാക്ടീസസ് ആണ്, അന്യായമായിട്ടുള്ള വ്യാപാര സമ്പ്രദായങ്ങളാണ്. അതിൽ നിന്നൊക്കെ കൺസ്യൂമറിന് പ്രൊട്ടക്ഷൻ കൊടുക്കും. അത്രയും കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ അവിടെ മനസ്സിലാക്കാറുള്ളൂ കേട്ടോ. അപ്പൊ അറിഞ്ഞിരിക്കുക, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് എന്താണ് നിലവിൽ വന്നത്? 1987 സെപ്റ്റംബർ 1-നാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് നിലവിൽ വരുന്നത്. ഇനി ഈ ഒരു ആക്ടിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അഡ്വാൻറ്റേജ്? വളരെ മിനിമം കോസ്റ്റില് നമുക്കൊരു 3-4 മാസങ്ങൾക്കുള്ളിൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനായിട്ട് സാധിക്കും. ഓക്കെ, ക്ലിയർ ആയല്ലോ? പിന്നെ എന്തിനൊക്കെയുള്ള ഒരു പരിഹാരമാണ്, അല്ലെങ്കിൽ ഒരു പ്രൊട്ടക്ഷൻ ആണ് ഈ ഒരു ആക്ട് കൺസ്യൂമറിന് പ്രൊവൈഡ് ചെയ്യുന്നത്? ഒരു കൺസ്യൂമറിന് നൽകുന്ന ഡിഫക്റ്റീവ് ആയിട്ടുള്ള ഗുഡ്സുകൾ, അല്ലെങ്കിൽ അവർക്ക് ലഭിക്കുന്ന, അവർക്ക് കൊടുക്കുന്ന ഡെഫിഷ്യന്റ് ആയിട്ടുള്ള സർവീസുകളിൽ എന്തെങ്കിലും ഡെഫിഷ്യൻസി വന്നാല്, അന്യായമായിട്ടുള്ള വ്യാപാര സമ്പ്രദായങ്ങള്, ഇവയിൽ നിന്നുമൊക്കെ ഒരു പരിഹാരം കാണുന്നതിന് ഈ ഒരു ആക്ട് വളരെയധികം സഹായിക്കും. ക്ലിയർ ആയോ? പറഞ്ഞ കാര്യങ്ങള് മനസ്സിലായോ? ഓക്കെ ആണോ? ഇനി ആരാണ് കൺസ്യൂമർ? അതൊന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ഹു ഈസ് ദ കൺസ്യൂമർ? ആരാണ് കൺസ്യൂമർ എന്ന് പറഞ്ഞാൽ ഉപഭോക്താവ്, അല്ലെ? എ പേഴ്സൺ ഹു ഹയേഴ്സ് എനി സർവീസ് ഫോർ എനി കൺസിഡറേഷൻ. അതാണ് എ പേഴ്സൺ ഹു ഹയേഴ്സ് എനി സർവീസസ് ഫോർ എനി കൺസിഡറേഷൻസ്. കൺസിഡറേഷൻ ഇവിടെ അർത്ഥമാക്കുന്നത് എന്താണ്? നമ്മളൊരു പേയ്മെന്റ് കൊടുത്ത്, അല്ലെ, എന്തെങ്കിലും ഒരു പേയ്മെന്റ് കൊടുത്ത് നമ്മൾ വാങ്ങുന്ന, അല്ലെങ്കിൽ സാധനങ്ങൾ വാങ്ങുകയോ സേവനങ്ങൾ ഉപയോഗപ്പെടുത്തുകയോ ചെയ്യുന്ന വ്യക്തികളെ നമുക്ക് എന്ത് പറയാം? കൺസ്യൂമർ എന്ന് പറയാം. അല്ലെ? കൺസ്യൂമർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹീസ് എ പേഴ്സൺ ഹു ഹയേഴ്സ് എനി സർവീസസ് ഫോർ എനി കൺസിഡറേഷൻ. കൺസിഡറേഷൻ മീൻസ് നമ്മൾ എന്തെങ്കിലും പേയ്മെന്റുകൾ കൊടുത്തുകൊണ്ട് നമ്മൾ സർവീസസുകൾ വാങ്ങുന്ന, സർവീസുകൾ മാത്രമല്ല പ്രോഡക്റ്റുകളോ സർവീസസുകളോ ഒക്കെ കൈപ്പറ്റുന്ന വ്യക്തികളെ നമുക്ക് എന്ത് പറയാം? കൺസ്യൂമർ എന്ന് പറയാം. അല്ലെ? അത്രയുള്ളൂ. അടുത്തതാണ് ഡെഫിഷ്യൻസി. എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? എന്തിന്റെ ഡെഫിഷ്യൻസി? എന്തൊക്കെ ഡെഫിഷ്യൻസികൾക്ക്, എന്തൊക്കെ അഭാവങ്ങൾക്കാണ് ഈ ഒരു ആക്ട് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നത്. എ ഫോൾട്ട്, ഇംപെർഫെക്ഷൻ, ഷോർട്ട് കമ്മിങ് or inadequacy in the quality, nature and manner of performance of a contract or otherwise in relation to the service. അതായത് എന്തൊക്കെ കാര്യങ്ങൾക്ക്, എന്തൊക്കെ ഡെഫിഷ്യൻസികൾക്കാണ് ഇത് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത്? അതായത് നമ്മളിപ്പോ ഒരു കോൺട്രാക്ട് പ്രകാരം, കോൺട്രാക്ട് മീൻസ് നമ്മളിപ്പോ ഒരു പേയ്മെന്റ് കൊടുത്ത് നമ്മൾ കൈപ്പറ്റുന്ന വസ്തുക്കൾക്ക് വേണ്ടത്ര ഒരു പെർഫോമൻസ് ഇല്ലായ്മ വരിക, അല്ലെങ്കിൽ അതിന്റെ ക്വാളിറ്റിയില്, അതിന്റെ നേച്ചറില് എന്തെങ്കിലും പോരായ്മകൾ വരിക, അല്ലെങ്കിൽ എന്തെങ്കിലും അപൂർണതകൾ ഉണ്ടായിരിക്കാം, ഫോൾട്ടുകൾ ഉണ്ടായിരിക്കാം, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നിന്നും, അതുപോലെ തന്നെ അതർവൈസ് ഇൻ റിലേഷൻ ടു ദ സർവീസ്, പ്രോഡക്റ്റുകൾ മാത്രമല്ല സർവീസുകളും ആവാം. അതായത് നമുക്ക് ലഭിക്കുന്ന സർവീസുകളിലും ഈ പറയുന്ന രീതിയിൽ അതിന്റെ ക്വാളിറ്റിയിലും അല്ലെങ്കിൽ അതിന്റെ നേച്ചറിലോ എന്തെങ്കിലും പോരായ്മകള്, എന്തെങ്കിലും ഇംപെർഫെക്ഷൻസുകള്, ഇങ്ങനെയുള്ള ഡെഫിഷ്യൻസികളിൽ നിന്നുമൊക്കെ കൺസ്യൂമറിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ഏത് ആക്ടാണ്? കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. ഓക്കെ, ക്ലിയർ ആണോ?
മനസ്സിലായോ പറഞ്ഞ കാര്യങ്ങള്? അടുത്തത് സർവീസിനെ പറ്റി പറയുന്ന മറ്റൊരു കാര്യം ശ്രദ്ധിക്കാം. സർവീസ് ഓഫ് എനി ഡിസ്ക്രിപ്ഷൻ എക്സ്ക്ലൂഡിംഗ് ഫ്രീ സർവീസ്. എക്സ്ക്ലൂഡിംഗ് ഫ്രീ സർവീസ്. സൗജന്യ സേവനങ്ങൾ ഒഴികെയുള്ള ഏതൊരു സേവനങ്ങളിലും ഉണ്ടാകുന്ന പോരായ്മകൾക്ക് നമുക്ക് ഈ ഒരു ആക്ട് ബാധകമാണ്. എന്തുകൊണ്ട് അങ്ങനെ എടുത്തു പറയാൻ കാരണം, സൗജന്യമായിട്ട് നമുക്ക് ലഭിക്കുന്ന സർവീസുകളിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും അതിനു വേണ്ടി വാദിക്കാൻ പറ്റില്ല. കാര്യം എന്താ, ഫ്രീ സർവീസ് ആണ്, നമുക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നതാണ്. ഫ്രീ ആയിട്ട് കൊടുക്കുമ്പോൾ അതിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാര്യം ഇത് ഫ്രീ സർവീസ് ആണ്. അതേസമയം നമ്മൾ പറഞ്ഞു, എന്തെങ്കിലും പേയ്മെന്റ് കൊടുത്ത് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു പേയ്മെന്റ് നൽകി നമ്മളെ കൈപ്പറ്റുന്ന വസ്തുക്കളിലോ അല്ലെങ്കിൽ നമുക്ക് ലഭിക്കുന്ന സേവനങ്ങളിലോ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ആക്ട് പ്രകാരം നമുക്ക് മുന്നോട്ട് പോകാം. അവിടെ നമ്മൾ എന്തിനെ ഒഴിവാക്കിയിട്ടുണ്ട്, ഫ്രീ സർവീസിനെ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. സർവീസ് ഓഫ് എനി ഡിസ്ക്രിപ്ഷൻ എക്സ്ക്ലൂഡിംഗ് ഫ്രീ സർവീസ്. സൗജന്യ സേവനങ്ങൾ ഒഴികെയുള്ള ഏതൊരു സേവനങ്ങൾക്കും ഈ ഒരു ആക്ട് ബാധകമാണ്. എന്തിന് മാത്രം ബാധകമല്ല, ഫ്രീ സർവീസിന് ഒരു കാരണവശാലും ഈ ഒരു ആക്ട് ബാധകമാണ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് എന്താന്ന് വെച്ചാല് ടൈം ലിമിറ്റേഷൻ ആണ് കേട്ടോ. ഓക്കെ, എന്തൊക്കെയാണ് ടൈം ലിമിറ്റേഷനിൽ പറയുന്നത്? എ ക്ലെയിം ഫോർ കോമ്പൻസേഷൻ അണ്ടർ CPA. CPA എന്ന് വെച്ചാൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് മസ്റ്റ് ബി ഫയൽഡ് വിത്തിൻ 3 years. അതായത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം നഷ്ടപരിഹാരത്തിനായിട്ടുള്ള കേസുകള്, ക്ലെയിം നമ്മള് 3 വർഷങ്ങൾക്കുള്ളിൽ ഫയൽ ചെയ്തിരിക്കണം. മനസ്സിലായോ? അതായത് നമുക്കിപ്പോ ഞാൻ എന്തെങ്കിലും ഒരു സാധനം പൈസ കൊടുത്ത് ഞാൻ എന്തെങ്കിലും ഒരു ഉൽപ്പന്നം വാങ്ങി. ആ ഉൽപ്പന്നത്തിന് അവര് പറഞ്ഞ എത്ര ഒരു എന്താ പറയുക ക്വാളിറ്റിയോ അല്ലെങ്കിൽ സമയങ്ങളോ ഒന്നും ഇല്ലാന്ന് മാത്രമല്ല അതിന് വളരെയധികം എന്താ പറയാ ഡെഫിഷ്യൻസികൾ ഉണ്ടായെന്ന് വിചാരിക്കാം. അപ്പൊ എനിക്ക് നഷ്ടപ്പെട്ട തുക തിരിച്ചു ലഭിക്കാനായിട്ട് എന്ത് ചെയ്യാം, എനിക്ക് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം മുന്നോട്ട് പോകാം. അല്ലെ, കേസ് വേണമെങ്കിൽ എനിക്ക് ഫയൽ ചെയ്യാം, എനിക്ക് ആ നഷ്ടപരിഹാരം ലഭിക്കാനായിട്ട്. അപ്പൊ നഷ്ടപരിഹാരത്തിന് വേണ്ടിയിട്ടുള്ള ക്ലെയിം എത്ര വർഷത്തിനുള്ളിൽ ഫയൽ ചെയ്തിരിക്കണം? 3 വർഷങ്ങൾക്കുള്ളിൽ ഫയൽ ചെയ്തിരിക്കണം. ഓക്കെ, അത് കഴിഞ്ഞു പോകാൻ പാടില്ല. ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ അധികം വൈകാതെ കേസ് ഫയൽ ചെയ്യാന്നുള്ളതാണ്. 3 വർഷങ്ങൾക്കുള്ളിലെങ്കിലും ആ ഒരു ക്ലെയിം നമ്മൾ അവിടെ ഫയൽ ചെയ്തിരിക്കും. 3 years എന്നുള്ളത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഡയറക്റ്റ് ചോദിക്കാം. A claim for the compensation under CPA that must be filed within dash years. എത്ര years ആണ്? 3 years ആണ് കേട്ടോ. ഇനി മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത്, ഈ ഒരു കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം കൺസ്യൂമേഴ്സിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ പറയുന്ന പോലെ സെൻട്രൽ, അതായത് കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ കോടതികളുണ്ട്, സംസ്ഥാന ഉപഭോക്തൃ സംരക്ഷണ കോടതികളുണ്ട്, ജില്ലാ ഉപഭോക്തൃ സംരക്ഷണ കോടതികളൊക്കെ നിലവിലുണ്ട്. അതുകൂടാതെ ഈ പറയുന്ന പോലെ ത്രിതല ഉപദേശക സമിതികളും ഉണ്ട്. മനസ്സിലായോ? അതായത് കൺസ്യൂമറിന് വേണ്ടിയിട്ട് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ കോടതികളുണ്ട്, അതുപോലെ സ്റ്റേറ്റ് കൺസ്യൂമർ കോർട്ടുകളുണ്ട്, ജില്ലാ കൺസ്യൂമർ കോർട്ടുകളൊക്കെ ഉണ്ട്. അതിന് പുറമെ ഈ പറയുന്ന പോലെ എന്താണ്, ഈ പറയുന്ന പോലെ കൺസ്യൂമറിന് വേണ്ടിയിട്ട് ഉപദേശക സമിതികളും നിലവിലുണ്ട്. അപ്പോ അവിടെ നമ്മൾ നിശ്ചയിക്കുന്നത് ഈ നഷ്ടപരിഹാരത്തിന്റെ തുകയെ അടിസ്ഥാനമാക്കിയിട്ടാണ് ആ കേസ് എവിടെ പോകണം എന്ന് നമ്മൾ തീരുമാനിക്കും. ഓക്കെ, അപ്പൊ അതാണ് അടുത്ത പോയിന്റുകളായിട്ട് അവിടെ പറയുന്നത്. നാഷണൽ ഫോറം ഡീൽസ് കേസ് ഗ്രേറ്റർ ദാൻ 30 lakhs. എന്തെല്ലാം ചെയ്യാം കേട്ടോ. അതായത് 30 ലക്ഷമോ അതിൽ കൂടുതലോ വരുന്ന കേസുകൾ, അതായത് അത്രയും തുകയുടെ മുകളിലൊക്കെ നഷ്ടപരിഹാരം ആവശ്യപ്പെടുന്ന കേസുകളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ എവിടെയാണ് ചെയ്യുന്നത്? നാഷണൽ ഫോറത്തിലാണ്. എന്ന് പറയുമ്പോൾ ജില്ലാ എന്താണ് ഉപഭോക്തൃ സംരക്ഷണ കോടതികളിലാണ് അത്തരം കേസുകൾ പോവാം. കാര്യം ആ തുകയ്ക്ക് വ്യത്യാസമുണ്ട്. 30 ലക്ഷമോ 30 ലക്ഷത്തിന് മുകളിലോ വരുന്ന നഷ്ടപരിഹാര കേസുകൾ അണ്ടർ CPA അതെവിടെയാണ് ഡീൽ ചെയ്യുന്നത്? നാഷണൽ ഫോറത്തിലാണ്. സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൺസ്യൂമർ കോർട്ടിലാണ് കേട്ടോ. അതേസമയം സ്റ്റേറ്റ് ഫോറം ഗ്രേറ്റർ ദാൻ 5 lakhs, 5 ലക്ഷമോ അതിൽ കൂടുതലോ വരുന്ന കേസുകള് അതെവിടെയാണ് നമ്മൾ പരിഗണിക്കുന്നത്? സ്റ്റേറ്റ് ഫോറത്തിലാണ്, അതായത് സംസ്ഥാന ഉപഭോക്തൃ സംരക്ഷണ കോടതികളിലാണ്. ഡിസ്ട്രിക്ട് ഫോറം അപ് ടു 5 lakhs. അതേസമയം 5 ലക്ഷം വരെയുള്ള കേസുകളാണെങ്കിൽ അത് ജില്ലാ ഉപഭോക്തൃ സംരക്ഷണ കോടതികളിലാണ് കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. 30 ലക്ഷമോ അതിൽ കൂടുതലോ ആണെങ്കിൽ നാഷണൽ ഫോറത്തിലാണ്.
5 ലക്ഷമോ അതിൽ കൂടുതലോ ആണെങ്കിൽ സ്റ്റേറ്റ് ഫോമത്തിലാണ്. 5 ലക്ഷം വരെയുള്ള കേസുകളാണെങ്കിൽ അത് ഡിസ്ട്രിക്ട് ഫോമത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഹാൻഡിൽ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ എല്ലാവർക്കും? മനസ്സിലായ എല്ലാ പോയിന്റുകളും? ഇത്രയൊന്നും പഠിക്കാനായിട്ട് അതിനുണ്ട് കേട്ടോ. അപ്പൊ ഓർക്കുക, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് നിലവിൽ വന്നത് 1987 സെപ്റ്റംബർ 1. ഓക്കെ, അഡ്വാൻറ്റേജസ് നമ്മൾ പറഞ്ഞത് വളരെ കുറഞ്ഞ ചെലവില് 3-4 മാസങ്ങൾക്കുള്ളിൽ നമുക്ക് പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനായിട്ട് സാധിക്കുന്നു. ഓക്കെ, പിന്നെ നമ്മൾ എന്തൊക്കെ ഡെഫിഷ്യൻസികളാണ് ഈ പറയുന്ന ഒരു കൺസ്യൂമറിന് ഉണ്ടാവുന്ന ഡെഫിഷ്യൻസിയോ, ഗുഡ്സിന് ലഭിക്കുന്ന ഡെഫിഷ്യൻസിയോ, സേവനങ്ങളിൽ ലഭിക്കുന്ന ഡെഫിഷ്യൻസിയോ, അതുപോലെ അൺഫെയർ ആയിട്ടുള്ള ട്രേഡ് പ്രാക്ടീസസിൽ നിന്നുമൊക്കെ അവരെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് കാരണമായിട്ടുള്ള ഒരു ആക്ടാണിത്. ഇനി ആരാണ് കൺസ്യൂമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അതായത് നമ്മളൊരു പേയ്മെന്റ് കൊടുത്ത എന്തെങ്കിലും പ്രോഡക്റ്റുകളോ സർവീസുകളോ കൈപ്പറ്റുന്ന ആളുകളെയാണ് നമ്മൾ കൺസ്യൂമർ എന്ന് പറയുന്നത്. ഇനി എങ്ങനെയുള്ള സർവീസുകളെയാണ് നമ്മൾ ഈ ഒരു ആക്ടിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ളത്? ഫ്രീ സർവീസുകളെ നമ്മൾ ഈ ഒരു ആക്ടിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം ക്ലെയിമുകൾ നമ്മൾ ഫയൽ ചെയ്യുന്നത് 3 വർഷത്തിനുള്ളിലാണ്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. 30 ലക്ഷമോ അതിൽ കൂടുതലുള്ള കേസുകൾ നാഷണൽ ഫോറത്തിലും, 5 ലക്ഷമോ അതിൽ കൂടുതലുള്ള കേസുകൾ സ്റ്റേറ്റ് ഫോറത്തിലും, 5 ലക്ഷം വരെയുള്ള കേസുകൾ ഡിസ്ട്രിക്ട് ഫോറത്തിലുമാണ് എന്ത് ചെയ്യുന്നത്, കൈകാര്യം ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. ഓക്കെ എല്ലാവർക്കും? ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് കിടക്കാം. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് പേഷ്യന്റ് ബിൽ ഓഫ് റൈറ്റ്സ് ആണ് കേട്ടോ. എന്താണ് പേഷ്യന്റ് ബിൽ ഓഫ് റൈറ്റ്സ്? അതായത് രോഗികളുടെ അവകാശങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഒരു പേഷ്യന്റിന്റെ റൈറ്റ്സ് എന്തൊക്കെയാന്നുള്ളത് മനസ്സിലാക്കണം കേട്ടോ. പേഷ്യന്റ് ബിൽ ഓഫ് റൈറ്റ്സ്. ഫസ്റ്റ് പോയിന്റ് ഇതാണ്, റെസ്പെക്ട്ഫുൾ കെയർ, മാന്യമായിട്ടുള്ള ഒരു പരിചരണം. That means every patient has the right to obtain respectful care. അല്ലെ? അതായത് ഓരോ പേഷ്യന്റിനും അവർക്കൊരു മാന്യമായിട്ടുള്ള ഒരു പരിചരണം ലഭിക്കുന്നതിനുള്ള അവകാശമുണ്ട്. ഒന്നാമത്തെ അവരുടെ ഒരു റൈറ്റ് ആണ് പറഞ്ഞത്, റെസ്പെക്ട്ഫുൾ കെയർ അല്ലെ? അതായത് ഒരു മാന്യമായിട്ടുള്ള ഒരു പരിചരണം ലഭിക്കുന്നതിനുള്ള ഒരു അവകാശം ആർക്കുണ്ട്? പേഷ്യന്റിന് ഉണ്ട്. ഓക്കെ, ഇതാണ് റെസ്പെക്ട്ഫുൾ കെയർ. രണ്ടാമത്തത് complete information with regard to diagnosis, treatment and prognosis. ഇതാണ് complete information with regard to diagnosis, treatment and prognosis. അതുപോലെ ഏതൊരു രോഗിയെ സംബന്ധിച്ചും അവർക്ക് കൊടുക്കുന്ന അല്ലെങ്കിൽ അവരുടെ ഡയഗ്നോസിസ്, അവരുടെ രോഗനിർണയം, അവർക്ക് കൊടുക്കുന്ന ചികിത്സ, ട്രീറ്റ്മെന്റ്, പിന്നെ പ്രോഗ്നോസിസ് എന്ന് വെച്ചാൽ അവരുടെ ഹെൽത്തിനെ പറ്റിയിട്ടുള്ള ഡോക്ടേഴ്സിന്റെ പ്രിഡിക്ഷൻ എന്താണ് എന്നതിനെ പറ്റിയിട്ട് കംപ്ലീറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ലഭിക്കുന്നതിനുള്ള അവകാശം ഏതൊരു രോഗിക്കും ഉണ്ട്. മനസ്സിലായി? ഒരു രോഗിയെ സംബന്ധിച്ച് അവരുടെ രോഗം എന്താണ് അല്ലെ, എന്താണ് ഡയഗ്നോസിസ്, എന്ത് ട്രീറ്റ്മെന്റ് ആണ് അവർക്ക് മെഡിക്കൽ പ്രൊഫഷണൽസ് നൽകാനാണ് ഉദ്ദേശിക്കുന്നത്, അവരുടെ ഹെൽത്ത് സ്റ്റാറ്റസിനെ പറ്റി എന്തൊക്കെ പ്രെഡിക്ഷൻസുകളാണ് അവർ മുന്നോട്ട് വെച്ചിട്ടുള്ളത്, ഈ പറയുന്ന കാര്യങ്ങളെ പറ്റി കംപ്ലീറ്റ് ഇൻഫർമേഷൻസ് അറിയാനുള്ള അവകാശം ആർക്കുണ്ട്? പേഷ്യന്റിനുണ്ട്. അപ്പൊ പേഷ്യന്റിന് ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് കംപ്ലീറ്റ് ഇൻഫർമേഷൻ കൊടുക്കാനുള്ള ഒരു ലയബിലിറ്റി ആർക്കുണ്ട്? അത് മെഡിക്കൽ സ്റ്റാഫുകൾക്കും. ക്ലിയർ ആയല്ലോ? ഓക്കെ, പിന്നെ അടുത്തത് എന്താണ്? പേഷ്യന്റ് ഹാസ് ദ റൈറ്റ് ടു ഇൻഫർമേഷൻ ഫ്രം ഡോക്ടർ ബിഫോർ ഹി ഗീവ്സ് ദ കൺസെന്റ്. അതോടൊപ്പം തന്നെ ഒരു രോഗി അവരുടെ സമ്മതം അറിയിക്കുന്നതിന് മുൻപ് തന്നെ ഡോക്ടറിൽ നിന്നും എല്ലാ ഇൻഫർമേഷൻസും അറിയുന്നതിനുള്ള അവകാശം ആർക്കുണ്ട്? പേഷ്യന്റിനുണ്ട്. ഓക്കെ, പേഷ്യന്റ് ഹാസ് ദ റൈറ്റ് ടു ഇൻഫർമേഷൻ ഫ്രം ദ ഡോക്ടർ ബിഫോർ ഹി ഗീവ്സ് ദ കൺസെന്റ്. നമുക്കറിയാം, ഏതൊരു രോഗിയെ സംബന്ധിച്ചും അവരുടെ ഒരു പ്രൊസീജിയർ ചെയ്യണമെങ്കിൽ, അവർക്കൊരു ട്രീറ്റ്മെന്റ് കൊടുക്കണമെങ്കിലും അവരുടെ കൺസെന്റ് ആവശ്യമാണ്. അപ്പോൾ ഒരു രോഗി അവരുടെ കൺസെന്റ് കൊടുക്കുന്നതിന് മുൻപായിട്ട് തന്നെ ഡോക്ടറിൽ നിന്നും കംപ്ലീറ്റ് ഇൻഫർമേഷൻ അറിയാനുള്ള ഒരു റൈറ്റ് അവർക്കുണ്ട്, പേഷ്യന്റിന് ഉണ്ട്. ഓക്കെ, അടുത്തത് എന്താണ്? റൈറ്റ് ടു റിഫ്യൂസ് ട്രീറ്റ്മെന്റ് to the extent permitted by the law and to be informed.
റൈറ്റ് ടു റിഫ്യൂസ് ദ ട്രീറ്റ്മെന്റ്, അതായത് അത് ടു ദ എക്സ്റ്റെന്റ് പെർമിറ്റഡ് ബൈ ലോ, അതായത് ഒരു നിയമം അനുശാസിക്കുന്ന പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ട്രീറ്റ്മെന്റുകൾ നിരാകരിക്കാനുള്ള ഒരു അവകാശവും ആർക്കുണ്ട്? പേഷ്യന്റിനുണ്ട്. അപ്പൊ പേഷ്യന്റിന്റെ എന്തെങ്കിലും ഒരു ട്രീറ്റ്മെന്റ് അവർ സജസ്റ്റ് ചെയ്യുമ്പോൾ പേഷ്യന്റ് അതിന് കംഫർട്ടബിൾ അല്ല, അല്ലെങ്കിൽ അവർ സാറ്റിസ്ഫൈഡ് അല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം? അത് റിഫ്യൂസ് ചെയ്യാം. ഓക്കെ, അതിനുള്ളൊരു അവകാശം ആർക്കുണ്ട്? പേഷ്യന്റിനുണ്ട്. ഓക്കെ, അപ്പൊ അതും എന്താണ്? എക്സ്റ്റെൻഡഡ് പെർമിറ്റഡ് ബൈ ദ ലോ, നിയമം അനുശാസിക്കുന്ന പരിധിക്കുള്ളിൽ നിന്ന് ഈ പറയുന്ന ട്രീറ്റ്മെന്റുകൾ നിരാകരിക്കുന്നതിനുള്ള, റിഫ്യൂസ് ചെയ്യുന്നതിനുള്ള ഒരു റൈറ്റും ആർക്കുണ്ട്? പേഷ്യന്റിന് ഉണ്ട്. ആൻഡ് ടു ബി ഇൻഫോംഡ്, അത് അവര് കൃത്യമായിട്ട് അറിയുകയും വേണം. And to be informed എന്ന് പറയുന്നത് the patient has the right to knowledgeable or awareness about ഈ പറയുന്ന എല്ലാ കാര്യങ്ങളെ പറ്റിയിട്ടും അറിയാനുള്ള അവകാശം ആർക്കുണ്ട്? ഈ പറയുന്ന പേഷ്യന്റ്. ഓക്കെ, വായിക്കൂ. ഓക്കെ, വായിച്ചു നോക്കിയോ? മനസ്സിലായോ? ഇത്രയും കാര്യങ്ങള് ക്ലിയർ ആണോ? നെക്സ്റ്റ് വരുന്നത് റൈറ്റ് ടു നോ ദ മെഡിക്കൽ കോൺസിക്വൻസസ് ആയിട്ടോ. മെഡിക്കൽ കോൺസിക്വൻസസിനെ പറ്റിയിട്ട് അറിയുന്നതിനുള്ള അവകാശം പേഷ്യന്റിനുണ്ട്. അതായത് നമ്മൾ അവര് ഡയഗ്നൈസ് ചെയ്യും ട്രീറ്റ്മെന്റ് മാത്രമല്ല, ചില ട്രീറ്റ്മെന്റുകൾ കൊടുക്കുമ്പോൾ അതിൻ്റെതായ ബെനിഫിറ്റുകൾ ഉണ്ടാവും, പൊട്ടൻഷ്യൽ ആയിട്ടുള്ള റിസ്കുകൾ ഉണ്ടാവും, അല്ലെ? ചില കോൺസിക്വൻസസ് ഒക്കെ അവർക്ക് വന്നേക്കാം. പ്രത്യേകിച്ച് ഈ ഡയാലിസിസും അല്ലെങ്കിൽ റേഡിയേഷൻ അങ്ങനെയൊക്കെ ചെയ്യുന്ന രോഗികളെ സംബന്ധിച്ച് അവർക്കത് ട്രീറ്റ്മെന്റിന്റെ ഭാഗമാണ് എങ്കിലും അവർക്ക് അതിന്റെ ഭാഗമായിട്ട് പല മെഡിക്കൽ കോൺസിക്വൻസസ് അവർക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നേക്കാം. അപ്പൊ അതിനെ പറ്റിയിട്ട് പറയുന്നതിനുള്ള അവകാശം ആർക്കുണ്ട്? പേഷ്യന്റിന്. അതാണ് മെഡിക്കൽ കോൺസിക്വൻസ്. നെക്സ്റ്റ് വരുന്നത് റൈറ്റ് ടു പ്രൈവസി. All communication and records must be treated as confidential. അതായത് റൈറ്റ് ടു പ്രൈവസി, സ്വകാര്യതയ്ക്കുള്ള അവകാശം. ശരിക്കും നമുക്ക് എല്ലാവർക്കും ഉള്ള അവകാശമാണ്. പേഷ്യന്റിന് മാത്രമല്ല, ഏതൊരു വ്യക്തിക്കും ഉള്ള ഒരു അവകാശം തന്നെയാണ് റൈറ്റ് ടു പ്രൈവസി എന്ന് പറയുന്നത്. All communication and records must be treated as confidential. ഒരു രോഗിയെ സംബന്ധിക്കുന്ന എല്ലാ കമ്മ്യൂണിക്കേഷൻസും അവരുടെ എല്ലാ റെക്കോർഡ്സുകളും തികച്ചും എന്തായിരിക്കണം? കോൺഫിഡൻഷ്യൽ ആയിരിക്കണം, രഹസ്യാത്മകമായിരിക്കണം. ഈ ഒരു ചാപ്റ്റർ എനിക്ക് അടുത്തത് പഠിക്കുന്ന മെഡിക്കൽ റെക്കോർഡാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് കുറെ കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. എന്നാലും ഒരു രോഗിക്ക് സ്വകാര്യതയ്ക്കുള്ള അവകാശമുണ്ട്. ആ രോഗിയെ സംബന്ധിക്കുന്ന എല്ലാ കമ്മ്യൂണിക്കേഷൻസുകളും റെക്കോർഡ്സുകളും തികച്ചും എന്തായിരിക്കണം? കോൺഫിഡൻഷ്യൽ ആയിരിക്കണം. ഓക്കെ, അടുത്തത് എന്താണ്? ഹോസ്പിറ്റൽസ് മസ്റ്റ് പ്രൊവൈഡ് ഇവാലുവേഷൻ, സർവീസ് ആൻഡ് റെഫറൽ ആസ് ഇൻഡിക്കേറ്റഡ് ബൈ ദ അർജൻസി ഓഫ് ദ കേസ്. അതുപോലെ ഓരോ കേസിന്റെയും അർജൻസിക്ക് അനുസരിച്ച് കൊണ്ട് നമ്മൾ അവിടെ രോഗിയെ വിലയിരുത്തുകയും അവർക്ക് വേണ്ട സേവനങ്ങൾ കൊടുക്കുകയും ആവശ്യമെങ്കിൽ അവരെ റെഫർ ചെയ്ത് വിടാനും ചെയ്യണം. അതൊരു ഹോസ്പിറ്റലിൽ ചെയ്തു കൊടുക്കണം. അത് ലഭിക്കാനുള്ള അവകാശം ആർക്കുണ്ട്? പേഷ്യന്റിനുണ്ട്. അതായത് ഒരു എമർജൻസി കേസ് വരെയാണ്. എമർജൻസി ആയിട്ട് വരുന്ന കേസുകൾ ആയതുകൊണ്ട് അവരെ പെട്ടെന്ന് തന്നെ ഇവാലുവേറ്റ് ചെയ്യണം. അവർക്ക് എത്രയും പെട്ടെന്ന് സർവീസുകൾ കൊടുക്കണം. ഇനി ആ ഒരു ഹോസ്പിറ്റലിന് വേണ്ടത്ര സേവനങ്ങൾ കൊടുക്കാൻ പ്രാപ്തമല്ലാന്നുണ്ടെങ്കിൽ കുറേയും കൂടെ നല്ല സേവനങ്ങൾ ലഭിക്കുന്ന സ്ഥലത്തേക്ക് അവരെ റെഫർ ചെയ്യണം. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള സേവനങ്ങൾ ഹോസ്പിറ്റൽസ് മസ്റ്റ് ആയിട്ടും ഒരു പേഷ്യന്റിന് പ്രൊവൈഡ് ചെയ്തിരിക്കണം. അത് പേഷ്യന്റിന്റെ റൈറ്റ് ആണ്, അവർക്ക് ലഭിക്കേണ്ട അവകാശമാണ്. ഓക്കെ, അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഹോസ്പിറ്റൽസ് മസ്റ്റ് പ്രൊവൈഡ് ഇവാലുവേഷൻ, service and referral as indicated by the urgency of the case. Next point is relationship of hospital to other hospital where one is being referred to. ഇനി നമ്മൾ ഒരു രോഗി എവിടെ നിന്നും ഒരു ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലോട്ട് നമ്മൾ റെഫർ ചെയ്യാന്ന് വിചാരിക്കാം. അതായത് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാണ്, വേറൊരു ഹോസ്പിറ്റലിലോട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത്
ആ ഒരു ഹോസ്പിറ്റലുമായിട്ട് എന്തുണ്ടായിരിക്കണം, നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. അതായത് ഏത് ഹോസ്പിറ്റലിൽ നിന്നാണോ നമ്മൾ ആ പേഷ്യന്റിനെ റെഫർ ചെയ്ത് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് നമ്മൾ റെഫർ ചെയ്യുമ്പോൾ ആ രണ്ട് ഹോസ്പിറ്റലുകൾ തമ്മിൽ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു നല്ലൊരു റിലേഷൻഷിപ്പ് അവിടെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഇതിനു വേണ്ടിയിട്ടാണ്. കാര്യം എന്താണ്? ആ ഒരു കണ്ടിന്യൂറ്റി ഓഫ് മെഡിക്കൽ കെയർ അല്ലെ, ആ ഒരു രോഗിയുടെ മെഡിക്കൽ കെയറിന്റെ ആ ഒരു കണ്ടിന്യൂറ്റി ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് അല്ലെ. ഇപ്പൊ നമ്മൾ ട്രാൻസ്ഫർ ഓഫ് പേഷ്യൻസ് പഠിച്ചതാണ്. അപ്പൊ നമുക്കറിയാം അല്ലെ, ഒരു ഹോസ്പിറ്റലിൽ നിന്ന് വേറൊരു ഹോസ്പിറ്റലിലേക്ക് നമ്മൾ പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ആ പേഷ്യന്റിനെ സംബന്ധിക്കുന്ന എല്ലാ ഹെൽത്ത് റെക്കോർഡുകളും കാര്യങ്ങളും പ്രോപ്പർ ആയിട്ട് ഹാൻഡ് ഓവർ ചെയ്യണം. അവർ തമ്മിൽ പ്രോപ്പർ കമ്മ്യൂണിക്കേഷനും റിലേഷനും ഉണ്ടായിരിക്കണം. ഇതിന് വേണ്ടിയിട്ടാണ് ആ രോഗിയുടെ മെഡിക്കൽ കെയറിന്റെ ആ ഒരു കണ്ടിന്യൂറ്റി ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് അല്ലെ. അപ്പൊ അതാണ് അവിടെ പറയുന്നത്, റിലേഷൻഷിപ്പ് ഓഫ് ഹോസ്പിറ്റൽ ടു അതർ ഹോസ്പിറ്റൽ where one is being referred to. ഓക്കെ, പിന്നെ അടുത്ത നോക്കുക, റൈറ്റ് ടു റിഫ്യൂസ് ടു ടേക്ക് പാർട്ട് ഇൻ റിസർച്ച്. ഇതാണ് റൈറ്റ് ടു റിഫ്യൂസ് ടു ടേക്ക് പാർട്ട് ഇൻ റിസർച്ച്. ഗവേഷണങ്ങളുടെ ഭാഗമാകുന്നത് നിരാകരിക്കാനുള്ള ഒരു അവകാശം ആർക്കുണ്ട്? പേഷ്യന്റിനുണ്ട്. ശ്രദ്ധിക്കാം, റൈറ്റ് ടു റിഫ്യൂസ് ടു ടേക്ക് പാർട്ട് ഇൻ റിസർച്ച്. ഗവേഷണത്തിൽ പങ്കെടുക്കാൻ, അല്ലെങ്കിൽ ഗവേഷണത്തിന്റെ ഭാഗമാകുന്നത് നിരസിക്കാനുള്ള ഒരു റൈറ്റ് ആർക്കുണ്ട്? പേഷ്യന്റിന്. അതായത് എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ നമ്മളൊരു ഹോസ്പിറ്റലില് എന്തെങ്കിലും നമ്മളൊരു മെഡിസിൻ അല്ലെ, ഒരു പുതിയൊരു മെഡിസിൻ അവിടെ മാനുഫാക്ചർ ചെയ്തിട്ടില്ല. ഒരു എക്സാമ്പിളിന് വേണ്ടി പറയാനുണ്ടോ, ഒരു മെഡിസിൻ ഒരു ഡ്രഗ് അവിടെ ചെയ്തു, മാനുഫാക്ചർ ചെയ്തു. അപ്പൊ അതിന്റെ ആ ഒരു സ്റ്റാൻഡേർഡ് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു പേഷ്യന്റിന് നമുക്ക് അതൊരു പരീക്ഷിക്കണമെന്ന് വിചാരിക്കാം. അപ്പൊ നമ്മളൊരു പേഷ്യന്റിനോട് അത് ചോദിക്കുകയാണ്. അതായത് ഒരു റിസർച്ചിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഒരു സ്റ്റഡി മെറ്റീരിയൽ ആയിട്ട് അവർക്ക് അതിന്റെ ഭാഗമാവാൻ സാധിക്കുമെന്ന് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ പേഷ്യന്റിന് അതിന് താല്പര്യമില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അത് നിരസിക്കാനുള്ള അവകാശമുണ്ട്. ഒരിക്കലും ഒരു പേഷ്യന്റിനെ നമുക്ക് നിർബന്ധിച്ച് ഒരു റിസർച്ചിന്റെ ഭാഗമാക്കാനോ അല്ലെങ്കിൽ സ്റ്റഡി മെറ്റീരിയൽ ആക്കാനോ നമുക്ക് സാധിക്കില്ല. അവര് ഇൻട്രസ്റ്റഡ് ആണ്, അവര് വില്ലിംഗ് ആണെന്നുണ്ടെങ്കിൽ മാത്രമേ അത് സാധിക്കുള്ളൂ. അതാണ് അവിടെ പറയുന്നത്. റിസർച്ചിന്റെ ഭാഗമാകാൻ, റിസർച്ചിൽ ടേക്ക് പാർട്ട് ചെയ്യാൻ, അതായത് ഭാഗമാക്കുന്നത് നിരസിക്കുന്നതിനുള്ള അവകാശം ഒരു പേഷ്യന്റിന്. ഒരിക്കലും നമ്മൾ ഒരിക്കലും നിർബന്ധപൂർവ്വം ഒരു പേഷ്യന്റിനെ നമുക്ക് റിസർച്ചിന്റെ ഭാഗമാക്കാനോ അല്ലെങ്കിൽ സ്റ്റഡി മെറ്റീരിയൽ ആക്കാനോ സാധിക്കില്ല. ഓക്കെ, അവിടെ അവർക്ക് നിരാകരിക്കാനുള്ള ഒരു അവകാശം ഉണ്ട്. പിന്നെ എന്താണ്? റൈറ്റ് ടു നോ ദ അപ്പോയിന്റ്മെന്റ്സ്, അവൈലബിലിറ്റി ഓഫ് ഡോക്ടർ, കണ്ടിന്യൂറ്റി ഓഫ് ഹെൽത്ത് കെയർ ഡിമാൻഡ്സ് ആഫ്റ്റർ ഡിസ്ചാർജ് കേട്ടോ. അതുപോലെ തന്നെ ഒരു പേഷ്യന്റിനെ സംബന്ധിച്ച് അവർക്ക് അപ്പോയിന്റ്മെന്റുകളെ പറ്റിയും ഡോക്ടറുടെ അവൈലബിലിറ്റിയെ പറ്റിയിട്ടത് അറിയുന്നതിനുള്ള അവകാശമുണ്ട്. അതുപോലെ തന്നെ കണ്ടിന്യൂറ്റി ഓഫ് ഹെൽത്ത് കെയർ ഡിമാൻഡ്സ് ആഫ്റ്റർ ഡിസ്ചാർജ്, ഡിസ്ചാർജിന് ശേഷവും അവർക്ക് അവരുടെ പരിചരണത്തിന്റെ ഒരു തുടർച്ച ഡിമാൻഡ് ചെയ്യുന്നതിനുള്ള അവകാശമുണ്ട്. ഹോസ്പിറ്റലിൽ വന്നു അവിടെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞു ഡിസ്ചാർജ് ചെയ്ത് പോകുന്നതോടുകൂടി അവരുടെ ഉത്തരവാദിത്തങ്ങൾ അവസാനിക്കുന്നില്ല. ഡിസ്ചാർജിന് ശേഷവും അവർക്ക് വേണ്ട ആ ഒരു കണ്ടിന്യൂറ്റി, അവരുടെ ആ ഒരു പരിചരണത്തിന്റെ കണ്ടിന്യൂറ്റി ഡിമാൻഡ് ചെയ്യാനുള്ള ഒരു അവകാശം ആർക്കുണ്ട്? പേഷ്യന്റിന്. പിന്നെ എന്താണ്? റൈറ്റ് ടു ഇൻസ്പെക്ട് ആൻഡ് റിസീവ് ദ എക്സ്പ്ലനേഷൻ ഓഫ് ബില്ലുകൾ, അതായത് ബില്ലുകൾ പരിശോധിക്കാനും അതിന്റെ വിശദാംശങ്ങൾ അറിയുന്നതിനുള്ള അവകാശം ആർക്കുണ്ട്? പേഷ്യന്റിനുണ്ട്. പേഷ്യന്റിന് ചോദിക്കാം. അപ്പൊ ബില്ലുകളെ പറ്റി അവർക്കൊരു ക്ലാരിഫിക്കേഷൻ കിട്ടണം, അവർക്ക് അതിനെ അറിയണമെങ്കിൽ ആ ബില്ലുകളെ പരിശോധിക്കാനും അതുമായിട്ട് ബന്ധപ്പെട്ട വിശദാംശങ്ങൾ അറിയുന്നതിനും ആർക്ക് അവകാശമുണ്ട്? പേഷ്യന്റിന് അവകാശമുണ്ട്. ഏറ്റവും ഒടുവിൽ പറയുന്നത് റൈറ്റ് ടു ഹോസ്പിറ്റൽ റൂൾസ്, ദാറ്റ് മീൻസ് ഹോസ്പിറ്റൽ നിയമങ്ങളെ പറ്റി മനസ്സിലാക്കാനുള്ള അവകാശം അതുകൊണ്ട് ഈ പറയുന്ന പേഷ്യന്റിന്. അപ്പൊ നമ്മൾ പേഷ്യന്റിന്റെ മാത്രം റൈറ്റ്സുകളാണ് ഈ പറഞ്ഞത്. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഒന്ന്, റെസ്പെക്ട്ഫുൾ കെയർ, ആദ്യമായിട്ട് ഒരു പരിചരണം ലഭിക്കുന്നതിനുള്ള അവകാശമുണ്ട്. അതുപോലെ ഒരു രോഗിക്ക് അവരുടെ ഡയഗ്നോസിസ്, ട്രീറ്റ്മെന്റ്, പ്രോഗ്നോസിസ് എന്നിവയെ സംബന്ധിച്ച് കംപ്ലീറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ലഭിക്കുന്നതിനുള്ള അവകാശമുണ്ട്. അതുപോലെ ഒരു പേഷ്യന്റ് അവരുടെ സമ്മതം അറിയിക്കുന്നതിന് മുൻപ് തന്നെ ഡോക്ടറിൽ നിന്നും ഇൻഫർമേഷൻ അറിയാനുള്ള അവകാശമുണ്ട്. നിയമം അനുശാസിക്കുന്ന പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ട്രീറ്റ്മെന്റുകൾ നിരാകരിക്കുന്നതിനുള്ള അവകാശം പേഷ്യന്റിനുണ്ട്. മെഡിക്കൽ കോൺസിക്വൻസിനെ പറ്റി അറിയുന്നതിനുള്ള റൈറ്റ് ഉണ്ട്. അതുപോലെ സ്വകാര്യതയ്ക്കുള്ള അവകാശം, ഒരു രോഗിയെ സംബന്ധിക്കുന്ന എല്ലാ കമ്മ്യൂണിക്കേഷൻസുകളും റെക്കോർഡ്സുകളും തികച്ചും എന്തായിരിക്കണം? കോൺഫിഡൻഷ്യൽ ആയിരിക്കണം. അതുപോലെ എമർജൻസിക്ക് അനുസരിച്ച്, അതായത് ആ ഒരു അർജൻസിക്ക് അനുസരിച്ചുകൊണ്ട് പേഷ്യന്റിനെ ഇവാലുവേറ്റ് ചെയ്യണം, അവർക്ക് വേണ്ട സർവീസുകൾ കൊടുക്കണം. ആവശ്യമെങ്കിൽ അവരെ മറ്റ് റെഫറൽ സംവിധാനങ്ങളിലോട്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് ഹോസ്പിറ്റലിന്റെ
ഡ്യൂട്ടിയാണ്. അത് ആ ഹോസ്പിറ്റലിൽ നിന്നും അത്തരം സേവനങ്ങൾ ലഭിക്കാനായിട്ട് പേഷ്യന്റിന് അവകാശമുണ്ട്. അതുപോലെ നമ്മൾ റെഫർ ചെയ്ത് വിടുന്ന ഹോസ്പിറ്റലുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യേണ്ട ഒരു റെസ്പോൺസിബിലിറ്റിയും കൂടെ ഹോസ്പിറ്റലിനുണ്ട്. പിന്നെ റിസർച്ചിന്റെ ഭാഗമാകുന്നതിന് വികസിക്കാനുള്ള അവകാശമുണ്ട്. അപ്പോയിന്റ്മെന്റിനെ പറ്റി അറിയാൻ, ഡോക്ടറുടെ അവൈലബിലിറ്റിയെ പറ്റി അറിയാൻ, ഡിസ്ചാർജിന് ശേഷം അവരുടെ മെഡിക്കൽ പരിചരണത്തിന് തുടർച്ച ലഭിക്കാനും അവർക്ക് അവകാശമുണ്ട്. ബില്ലുകൾ പരിശോധിക്കാനും അതിന്റെ വിശദാംശങ്ങൾ അറിയാൻ റൈറ്റ് ഉണ്ട്. ഹോസ്പിറ്റൽ റൂളുകളെ പറ്റി മനസ്സിലാക്കാനുള്ള അവകാശം ആർക്കുണ്ട്? പേഷ്യന്റിന്. ക്ലിയർ ആയോ പറഞ്ഞത്? ജസ്റ്റ് വായിച്ചു നോക്കി. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് മിസ്സലേനിയസ് ആൻസർ ദാറ്റ് കാൻ ബി അപ്ലൈഡ് ടു ഹോസ്പിറ്റൽ. കേട്ടോ, നമുക്ക് ഹോസ്പിറ്റലിൽ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്ന മറ്റു പല ആക്ടുകളാണ് ഇത് നമ്മൾ കാണാൻ പോകുന്നത്. കേട്ടോ, മറ്റു പല ആക്ട്. നമ്മൾ ജനറൽ ആക്ടുകൾ പഠിച്ചു, ടോർട്ട് ആക്ട് പഠിച്ചു, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പഠിച്ചു, പേഷ്യന്റ് ബിൽ ഓഫ് റൈറ്റ്സ് മനസ്സിലാക്കി. ഇനി നമ്മൾ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട മറ്റു പല ആക്ടുകളാണ്, അതും ഇമ്പോർട്ടന്റ് ആണ്. കേട്ടോ, അവിടെ നമുക്കൊരു ആക്ടുകളുടെ വർഷങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. അത് പ്രശ്നങ്ങളല്ലാതെ പഠിക്കുക. കേട്ടോ, 2-3 പ്രാവശ്യം വായിച്ചു കഴിഞ്ഞ് കിട്ടാവുന്ന കാര്യമുള്ളൂ. ഒന്നാമത്തത് സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് 1860. കേട്ടോ, അണ്ടർലൈൻ ചെയ്ത് വെക്കുക. സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് 1860, 1860 സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട്. കേട്ടോ, 1860 ആണ്. 1960 അല്ല, മാറിപ്പോകരുത്. 1860 ഒത്തിരി പഴക്കമുള്ള ഒരു ആക്ട് ആണ്. കേട്ടോ, നോക്കുക. Societies Registration Act 1860 controls the working and management of institutions established or owned by charitable trust. All hospitals in the voluntary sector or non-government organization in the medical care field should be registered under this act. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത്. 1860 സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം എന്താണ്? ഓണഡ് ബൈ ചാരിറ്റബിൾ ട്രസ്റ്റ്. കേട്ടോ, അതായത് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഉടമസ്ഥതയിലുള്ളതോ അല്ലെങ്കിൽ അതിന് കീഴിൽ സ്ഥാപിതമായിട്ടുള്ള ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെയും പ്രവർത്തനങ്ങളും മാനേജ്മെന്റിനെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഏതൊരു ആക്ട് കൊണ്ടുവന്നത്? 1860 സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് നിലവിൽ വന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ആക്ട് വന്നത്? അതായത് ചാരിറ്റബിൾ ട്രസ്റ്റ്. കേട്ടോ, ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഉടമസ്ഥതയിലുള്ളത് അല്ലെങ്കിൽ അതിന് കീഴിൽ സ്ഥാപിതമായിട്ടുള്ള എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ദാറ്റ് മീൻസ് ഹോസ്പിറ്റൽ ഉൾപ്പെടെയുള്ള എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഹോസ്പിറ്റൽ മാത്രമാണെന്നില്ല, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസും എല്ലാം അതിനകത്ത് പെടും. ഓക്കെ, അതിനെ താരം പെടുന്നുണ്ട്, ഹോസ്പിറ്റലും പെടുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത്തരം ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ പ്രവർത്തനങ്ങള്, മാനേജ്മെന്റ്, അതെല്ലാം തന്നെ നിയന്ത്രിക്കുന്നതിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു ആക്ട് ആണ് സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് 1860. അപ്പോ ഈ ആക്ട് പ്രകാരം all hospitals in the voluntary sector, സന്നദ്ധ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാ ഹോസ്പിറ്റലുകളും, അതുപോലെ നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻസിന്റെ മെഡിക്കൽ കെയർ ഫീൽഡ്, ആരോഗ്യ പരിചരണ രംഗത്തെ നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻ, ഗവൺമെന്റ് ഇതര സ്ഥാപനങ്ങൾ, ഈ സേവാഭാരതി അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ സംഘടനകളൊക്കെ ഉണ്ട്. ഈ പറയുന്ന മെഡിക്കൽ കെയർ ഫീൽഡിൽ പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് ഇതര സംഘടനകളൊക്കെ ഉണ്ട്. അതുപോലെ ഈ പറയുന്ന വോളണ്ടറി സെക്ടർ, കേട്ടോ, അതായത് സന്നദ്ധ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന എല്ലാ ഹോസ്പിറ്റലുകളും ഈ പറയുന്ന ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ദാറ്റ് ഷുഡ് ബി രജിസ്റ്റേർഡ് അണ്ടർ ദിസ് ആക്ട്. അതെല്ലാം തന്നെ ഈ ഒരു ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ക്ലിയർ ആയല്ലോ പറഞ്ഞത്? ഇനി അടുത്തതാണ് സ്റ്റേറ്റ് പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് ആക്ട്. കേട്ടോ, സ്റ്റേറ്റ് പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് ആക്ട്. അവിടെ എന്താണ് പറയുന്നത്? Some states have enacted their own public charitable trust act, which normally controls the detailed working and management of hospitals established by the public charitable trust. In such states, the society should also be registered under the state act. കേട്ടോ, അതായത് ഇവിടെ മനസ്സിലാക്കേണ്ടത് സ്റ്റേറ്റ് പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് ആക്ട് എന്ന് പറയുമ്പോൾ ചില സ്റ്റേറ്റുകളില്, ചില സംസ്ഥാനങ്ങളില് എന്തുണ്ട്? സ്റ്റേറ്റ്, അതായത് പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് ആക്ട് ഉണ്ട്.
ഈ സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് എന്ന് പറയുന്നത് ഒരു സെൻട്രൽ ആക്ട് ആണ്. സെൻട്രൽ ആക്ട് ആണ്. അവിടെ എന്ന് പറയുമ്പോൾ എല്ലാതും, അതായത് ഓരോ സ്റ്റേറ്റുകളിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാവരും തന്നെ ആ ഒരു ആക്ടിൽ രജിസ്റ്റേർഡ് ആയിരിക്കണം. അതിന് പുറമെ അതത് സംസ്ഥാനത്തിൻ്റെതായ പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് ആക്ടുകളുമുണ്ട്. അതെന്ന് പറഞ്ഞാൽ എന്താണ്? അതത് സംസ്ഥാനങ്ങളില് ഇതേ രീതിയിൽ പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് ആക്ടിന്റെ കീഴിൽ സ്ഥാപിതമായിട്ടുള്ളതോ അല്ലെങ്കിൽ അതിന്റെ ഉടമസ്ഥതയിലുള്ളതോ ആയ സ്ഥാപനങ്ങളുടെ ആ ഒരു മാനേജ്മെന്റ് വർക്കിംഗ് അതൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ടാണ് സ്റ്റേറ്റ് പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് ആക്ടുകൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, അത്രയുള്ള ഒരു ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നമ്മുടെ ഇന്ത്യയിൽ എടുക്കുമ്പോൾ നമ്മുടെ ഇന്ത്യയിൽ 28 സംസ്ഥാനങ്ങളുണ്ട്. ഈ ഓരോ 28 സംസ്ഥാനങ്ങളും സെൻട്രൽ ആക്ടിന് വിധേയമാണ്, അല്ലെ? നമ്മുടെ നാഷണൽ ആക്ട് എന്നൊക്കെ സെൻട്രൽ ആക്ടുകൾക്ക് വിധേയമാണ്. അതിന് പുറമെ എന്താണ്, അതത് സംസ്ഥാനങ്ങളും അവരുടേതായ ആക്ടുകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആ ആക്ടുകൾക്കും ആ ഒരു സംസ്ഥാനങ്ങളിലെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വിധേയമാണ്, അല്ലെ? ഇപ്പൊ നമ്മള് കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഹോസ്പിറ്റല്, ആ ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ സെൻട്രൽ ആക്ടിനും വിധേയമാണ്. അത് കൂടാതെ കേരള ഗവൺമെന്റ് മുന്നോട്ട് വെച്ചിട്ടുള്ള ആക്ടുകൾക്കും അവർ വിധേയമാണ്, അല്ലെ? അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓരോ സ്റ്റേറ്റുകളും അതത് സംസ്ഥാനങ്ങളുടേതായ പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് ആണ്. എന്താണ് ഒന്നുകൂടെ പറയുന്നത്? ക്ലിയർ ആയിട്ട് ശ്രദ്ധിച്ച് കേൾക്കാം. നമ്മൾ ആദ്യം പറഞ്ഞത് എന്തായിരുന്നു? സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് ആണ്, ആണല്ലോ. സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ടിൽ പറഞ്ഞ കാര്യം എന്താണ്? ഇത്രയേ ഉള്ളൂ. പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴില് സ്ഥാപിതമായിട്ടുള്ളതോ അല്ലെങ്കിൽ അതിന്റെ ഉടമസ്ഥതയിലുള്ളതോ ആയിട്ടുള്ള എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെയും പ്രവർത്തനങ്ങള്, അതുപോലെ അതിന്റെയൊക്കെ മാനേജ്മെന്റ് കൺട്രോൾ ചെയ്യുന്നതിനായിട്ടാണ് നമ്മൾ ആ ഒരു ആക്ട് കൊണ്ടുവന്നത്. ശരിക്കും പറഞ്ഞ ഒരു സെൻട്രൽ ആക്ട് ആണ്. മനസ്സിലായല്ലോ? ഒരു കേന്ദ്ര നിയമം എന്നൊക്കെ നമുക്ക് പറയാം. ഒരു കേന്ദ്രത്തിലെ നിയമം എന്ന് പറഞ്ഞാല് അത് അവിടെയുള്ള ആ ഒരു രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങൾക്കും അത് ബാധകമാണ്, ആണല്ലോ. ഓക്കെ, രണ്ടാമത് നമ്മൾ പറഞ്ഞത് സ്റ്റേറ്റ് പബ്ലിക് ചാരിറ്റബിൾ. സ്റ്റേറ്റ് എന്ന് പറയുന്നത് അതത് സംസ്ഥാനങ്ങളുടേതായിട്ടുള്ള ആക്ടുകളുണ്ട്. കേന്ദ്രത്തിലുള്ള നിയമങ്ങൾക്ക് പുറമെ സംസ്ഥാനങ്ങൾക്ക് അവരുടേതായ നിയമങ്ങളുണ്ട്. അപ്പൊ അതാണ് സ്റ്റേറ്റ് പബ്ലിക് ചാരിറ്റബിൾ. എന്ന് വെച്ചാൽ ഓരോ സംസ്ഥാനവും അതത് സംസ്ഥാനങ്ങളിലെ പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിലോ അതിന്റെ ഉടമസ്ഥതയിലുള്ളതോ പ്രവർത്തിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഓരോ സംസ്ഥാനങ്ങൾക്കും അവരുടേതായിട്ടുള്ള പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് ആക്ട്, അതും എന്ത് ചെയ്തിരിക്കണം? ഈ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് പാലിച്ചിരിക്കണം. പോരാത്തതിന് സെൻട്രൽ ആക്ടുകളും പാലിച്ചിരിക്കണം. ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ ആണോ? മനസ്സിലായോ? അത്രയേ ഉള്ളൂ. നമ്മള് ഇന്ത്യയിലെ 28 സംസ്ഥാനം ഉണ്ടാകുമ്പോൾ നമ്മുടെ സെൻട്രലിൽ നിന്നുള്ള നിയമങ്ങൾ നമ്മൾ പാലിക്കുന്നുണ്ട്. പോരാത്തതിന് നമ്മളിപ്പോ കേരളത്തിലാണ് താമസിക്കുന്നത്. കേരള ഗവൺമെന്റിന്റെ ആക്ടുകളുണ്ട്. ആ ആക്ടുകൾക്കും വിധേയമായിട്ടാണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത്, അല്ലെ? അല്ലാതെ സംസ്ഥാനത്തിന്റെ മാത്രം പാലിച്ച് സെൻട്രലിൽ പാലിക്കാതിരിക്കുന്നുണ്ടോ? ഇല്ല. ഒരു രാജ്യത്ത് താമസിക്കുമ്പോൾ സംസ്ഥാനത്തിന്റെ നിയമങ്ങൾക്ക് നമ്മൾ വിധേയമാണ്, നമ്മുടെ കേന്ദ്രത്തിന്റെയും നിയമങ്ങൾക്ക് നമ്മൾ വിധേയമാണ്. അതും പോരാതെ പ്രാദേശികമായിട്ടുള്ള നിയമങ്ങളുണ്ടെങ്കിൽ അതിനും നമ്മൾ വിധേയം. ഓക്കെ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ക്ലിയർ? നിങ്ങൾ എന്ത് പഠിക്കുക? സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ടിന്റെ വർഷം നിങ്ങൾ പഠിച്ചു വരിക. ഏതാണ് വർഷം? 1860. ഓപ്ഷൻ അത് 1960 കാണും. 60 മാത്രമേ നമ്മൾ ശ്രദ്ധിക്കുള്ളൂ. ഓടിപ്പോയി 1960 കൊണ്ട് മാർക്ക് ചെയ്തു കേട്ടോ. 1860 കേട്ടോ. ഒത്തിരി പഴക്കമുള്ള ഒരു ആക്ട് ആണെന്നുള്ളത് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ആക്ട്സ് ഇൻ റിലേഷൻ ടു ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഹോസ്പിറ്റൽസ് ഓഫ് നഴ്സിംഗ് ഹോംസ് കേട്ടോ. അത് കൂടാതെ നമ്മുടെ ഹോസ്പിറ്റലുകള്, നഴ്സിംഗ് ഹോംസ് അതിന്റെ എസ്റ്റാബ്ലിഷ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ആക്ടുകളും ഉണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ. അത് ഏത് ആക്ട് ആണെന്നൊന്നും പറയുന്നില്ല, അങ്ങനെയും ആക്ടുകൾ ഉണ്ട്. ഓക്കെ, ഇനി നോക്കാം. There are regional laws in each state controlling the establishment and standards of hospitals or nursing homes. അപ്പൊ നമ്മൾ പറഞ്ഞു സെൻട്രൽ ആക്ടുകൾ ഉണ്ട്, സ്റ്റേറ്റ് ആക്ടുകൾ ഉണ്ട്, അതിന് പുറമെ എന്തുണ്ട്? റീജിയണൽ ലോകളുണ്ട്, പ്രാദേശികമായിട്ടുള്ള നിയമങ്ങളുണ്ട്. അതാണ് അവിടെ പറയുന്നത്. അതായത് ഓരോ സംസ്ഥാനത്തിലും ഓരോ റീജിയനുകളിലും ഓരോ പ്രദേശങ്ങളിലും ഈ പറയുന്ന ഹോസ്പിറ്റലുകള്, നഴ്സിംഗ് ഹോംസുകള് അതിന്റെ സ്റ്റാൻഡേർഡ്സുകളും അതുപോലെ അതിന്റെ എസ്റ്റാബ്ലിഷ്മെന്റും കൺട്രോൾ ചെയ്യുന്നതിനായുള്ള പ്രാദേശിക നിയമങ്ങളും നിലവിലുണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ. മനസ്സിലാക്കി വെക്കാം. അങ്ങനെ ഒരു പ്രാദേശിക നിയമത്തിന് ഒരു എക്സാമ്പിൾ ആയിട്ടാണ് അവിടെ എന്ത് കൊടുത്തിട്ടുണ്ട്? ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട്. എന്താണ് ഷോപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട്? അതെന്താന്ന് നോക്കാം. അതൊരു റീജിയണൽ ആക്ട്, റീജിയണൽ ലോ ആണ് ശരിക്കും കേട്ടോ. ഷോപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് ശ്രദ്ധിക്കാം.
any establishment legally coming under this definition within the regional municipal jurisdiction should be registered under this act. അപ്പോൾ ഈ ഷോപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് പ്രകാരം നമ്മൾ ഈ പ്രാദേശിക മുനിസിപ്പൽ അധികാര പരിധിക്കുള്ളിൽ പ്രവർത്തിക്കുന്ന ഏതൊരു സ്ഥാപനവും, ഏതൊരു സ്ഥാപനം എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ ആവാം, ഷോപ്പുകളാവാം, എന്ത് വേണമെങ്കിലും ആവാം, ഏതൊരു സ്ഥാപനവും എന്ത് ചെയ്തിരിക്കണം, നമ്മൾ ഈ പറയുന്ന ഷോപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിരിക്കണം. മനസ്സിലായോ? അതായത് ഇപ്പൊ നമ്മളിപ്പോ ഒരു വീടിനോട് ചേർന്ന് നമ്മളൊരു കട നടത്താൻ ഉദ്ദേശിക്കുകയാണ് വിചാരിക്കുക. നമ്മളൊരു ചെറിയൊരു ഷോപ്പ് ഓപ്പൺ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുകയാണ്. നമുക്ക് വെറുതെ ഓടിപ്പോയി ഷോപ്പ് ഓപ്പൺ ചെയ്യാൻ പറ്റുമോ? ഇല്ല. നമ്മുടെ പഞ്ചായത്തിന്, നമ്മുടെ വില്ലേജിലൊക്കെ പോയി നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടി വരും. ആ ഒരു രജിസ്ട്രേഷൻ ലൈസൻസ് കിട്ടാതെ നമുക്ക് ഒരിക്കലും നമുക്ക് ഷോപ്പ് തുറക്കാനായിട്ട് പറ്റില്ല. അത്രയും മനസ്സിലാക്കിയാൽ മതി. അപ്പൊ ആ ഒരു പഞ്ചായത്തിന്റെ, എന്തുകൊണ്ടാണ് നമ്മൾ പഞ്ചായത്തിന് മറ്റൊക്കെ പോയി രജിസ്റ്റർ ചെയ്യുന്ന ലൈസൻസ് എടുക്കുന്നത്? എന്തുകൊണ്ടാണ്? റീജിയണൽ ലോയുടെ ഭാഗമാണ്. പ്രാദേശിക നിയമങ്ങളുണ്ട്. ആ പ്രാദേശിക നിയമങ്ങൾ അനുസരിച്ചാൽ മാത്രമാണ് നമുക്ക് അവിടെ നിലനിൽപ്പുണ്ടാവും. പോരാത്തതിന് സംസ്ഥാനത്തിന്റെ നിയമങ്ങൾ ഉണ്ടെങ്കിൽ അതും നമ്മൾ അനുസരിക്കണം. ഇനി കേന്ദ്രത്തിന്റെ നിയമങ്ങൾ ഉണ്ടെങ്കിൽ അതും നമ്മൾ അനുസരിക്കണം. അല്ലെ? അങ്ങനെ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റും. ഇത് തന്നെയാണ് ഇവിടെ പറയുന്നത്. അതായത് ഏതൊരു സ്ഥാപനവും, പ്രാദേശിക മുനിസിപ്പൽ അധികാര പരിധിക്കുള്ളിൽ പ്രവർത്തിക്കുന്ന ഏതൊരു സ്ഥാപനവും ഈ ഒരു ഷോപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിരിക്കണം. അപ്പൊ ഷോപ്പ് എന്ന് പറയുമ്പോൾ ഷോപ്പിന്റെ കാര്യം മാത്രമല്ല, എല്ലാതും ഏതൊരു എസ്റ്റാബ്ലിഷ്മെന്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഷോപ്പ് ഉണ്ടാകും, ഹോസ്പിറ്റൽസ് ഉൾപ്പെടെ ചെറിയ ചെറിയ ഹോസ്പിറ്റൽസ് ഒക്കെ അതിനകത്ത് വരുന്നത്. ഓക്കെ. ഇനി എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള ആക്ട് കൊണ്ടുവന്നിരിക്കുന്നത്? എന്തിനാണെന്ന് നോക്കിയേ. ദ ആക്ട് ഈസ് ഡിസൈഡഡ് ടു മാനേജ് ദ പേയ്മെന്റ് ഓഫ് വേജസ്, അവേഴ്സ് ഓഫ് വർക്ക്, ലീവ്, ഹോളിഡേ, ടേംസ് ഓഫ് സർവീസ് and other work conditions of people who are employed in the shop. അതായത് പ്രത്യേകിച്ച് ഷോപ്പുകളിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകളുടെ വേതനം, അല്ലെ, അവരുടെ പേയ്മെന്റ് ഓഫ് വേജസ്, അവരുടെ വേതനം, അവരുടെ ജോലി സമയം, അവരുടെ ലീവ്, അവധികള്, അതുപോലെ അവരുടെ സേവന നിബന്ധന വ്യവസ്ഥകള്, അല്ലെ, ഇതെല്ലാം തന്നെ മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ആക്ട് കൊണ്ടുവന്നത്. അല്ലെ? ഒരു ഷോപ്പിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തി, അവർക്കുമുണ്ട് അവകാശങ്ങൾ, അല്ലെ? അവരുടെ അവകാശത്തിന് വേണ്ടിയിട്ടാണ് അവരുടെ ആ ഒരു വേതനം, അവരുടെ എത്ര സമയം, അവരുടെ ജോലി സമയം, അല്ലെ, അവേഴ്സ് ഓഫ് വർക്ക് എത്രയാണ്, അവരുടെ ലീവ്, അവരുടെ ഹോളിഡേസ്, അവരുടെ സേവനവുമായിട്ട് ബന്ധപ്പെട്ട നിബന്ധനകള്, ഇതെല്ലാം തന്നെ കൺട്രോൾ ചെയ്യുന്നതിനായിട്ടാണ് ഇത്തരത്തിലുള്ള പ്രാദേശികമായിട്ടുള്ള നിയമങ്ങൾ മുന്നിൽ കൊണ്ടുവരുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? അവിടെ മനസ്സിലാക്കേണ്ട കാര്യത്തിലേ ഉള്ളൂ കേട്ടോ. സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ടിന്റെ വർഷം നിങ്ങൾ പഠിച്ചു വെക്കാം. കേന്ദ്രത്തിന്റേതായ നിയമങ്ങളുണ്ട്, സംസ്ഥാന നിയമങ്ങളുണ്ട്, പോരാത്തതിന് പ്രാദേശിക നിയമങ്ങളും ഉണ്ട്. ഓക്കെ. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് PCPNDT ആക്ട് ആണ് കേട്ടോ. ഇനി പറയുന്ന എല്ലാ ആക്ടുകളും, ഈവൻ സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ടിന്റെ വർഷം പഠിച്ചിട്ടുണ്ട്, അതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആക്ടുകളാണ് കേട്ടോ. ഈ ഒരു ആക്ടിന്റെ എല്ലാ ആക്ടുകളുടെയും വർഷം നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചു വെക്കുന്നു കേട്ടോ. ഓക്കെ. PCPNDT ആക്ട് കേട്ടോ. എന്താണ് PCPNDT ആക്ട് എന്ന് പറഞ്ഞാൽ? ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത് അതിന്റെ ഫുൾ ഫോം ആണ് കേട്ടോ. PCPNDT ആക്ട് was approved on 20th September 1994 ആണ് കേട്ടോ. 1994 സെപ്റ്റംബർ 20. ഏത് വർഷമാണ് PCPNDT ആക്ട് വന്നത്? 1994 സെപ്റ്റംബർ 20. സെപ്റ്റംബർ 20-നാണ് ഈ ആക്ട് നിലവിൽ വന്നത്. എന്താണ് ഈ ആക്ടിന്റെ ഫുൾ ഫോം നോക്കിയേ. ദ പ്രീ കൺസെപ്ഷൻ ആൻഡ് പ്രീ നാറ്റൽ ഡയഗ്നോസ്റ്റിക് ടെക്നിക്സ് ആക്ട് എന്നാണ് ഇതിന്റെ ഫുൾ ഫോം. പ്രീ കൺസെപ്ഷൻ ആൻഡ് പ്രീ നാറ്റൽ ഡയഗ്നോസ്റ്റിക് ടെക്നിക് എന്ന് പറഞ്ഞാൽ പ്രീ കൺസെപ്ഷൻ, പ്രീ നാറ്റൽ എന്നൊക്കെ പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഗർഭാവസ്ഥയിൽ ഇരിക്കുന്നത്, അല്ലെ, പ്രഗ്നൻസി ടൈമിലുള്ള. ദാറ്റ് മീൻസ് ആ ഒരു ആക്ടിനെ പറയുന്ന മറ്റൊരു പേരാണ് പ്രൊഹിബിഷൻ ഓഫ് സെക്സ് സെലക്ഷൻ ആക്ട് കേട്ടോ. പ്രൊഹിബിഷൻ ഓഫ് സെക്സ് സെലക്ഷൻ ആക്ട്. നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ കണ്ടിട്ടില്ലേ, ഗർഭസ്ഥ ശിശുവിന്റെ ലിംഗനിർണയം എന്താണ്? നിയമവിരുദ്ധമാണ് എന്നുള്ളത് എഴുതി കണ്ടിട്ടുണ്ട് ആ ഒരു കാര്യത്തിന്. അതാണ് ആ ഒരു ആക്ടാണ്, ഈ ഒരു ആക്ട് പ്രകാരമാണ് അങ്ങനെ ഒരു കാര്യം വന്നിട്ടുള്ളത് കേട്ടോ. ഗർഭസ്ഥ ശിശുവിന്റെ ലിംഗനിർണയം എന്താണ്? കുറ്റകരമാണ്, ശിക്ഷാർഹമാണ്. അതിന് കാരണം അങ്ങനെ ഒരു നിയമം, അങ്ങനെ ഒരു ആക്ട് വരാൻ കാരണമായിട്ടുള്ള നിയമം ഏതാണെന്ന് ചോദിച്ചാൽ അത് PCPNDT ആക്ട് ആണ്. 1994 സെപ്റ്റംബർ 20. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആക്ട് വന്നത്, അല്ലെ? എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആക്ട് വരാൻ കാരണം അറിയോ? നമ്മുടെ ഇന്ത്യയില് സ്ത്രീകളുടെ അനുപാതം കുറയുന്നതിന് കാരണമായിട്ടുള്ള പെൺ ഭ്രൂണഹത്യ തടയുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ആക്ട്.
ഒരു കാലഘട്ടം വരെ എന്തായിരുന്നു ഗർഭസ്ഥ ശിശുവിന്റെ ലിംഗനിർണയം ഇന്ത്യയിലും നടന്നിരുന്നു. പക്ഷെ എന്താണ് ആ ഒരു പ്രഗ്നൻസി പീരീഡിൽ തന്നെ അതൊരു പെൺകുട്ടിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതിന് എന്ത് ചെയ്യുമായിരുന്നു, അബോർഷൻ ചെയ്യുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പൊ എന്തുണ്ടായി, അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ പെൺകുട്ടികളുടെ എണ്ണം കുറയാൻ തുടങ്ങി അല്ലെ. പെൺകുട്ടികളുടെ എണ്ണം കുറയാൻ തുടങ്ങി. പെൺകുട്ടികളൊക്കെ ഒരു ഭാരമായിട്ട് കാണുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്നൊക്കെ ഒരുപാട് മാറി തുടങ്ങി. അപ്പൊ ആ ഒരു കാലഘട്ടം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ പെൺകുഞ്ഞാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവരെ പ്രഗ്നൻസി ടൈമിൽ തന്നെ ഇല്ലാതാക്കി കളയുമായിരുന്നു. ഓക്കെ, പെൺഭ്രൂണഹത്യ നടത്തുമായിരുന്നു. അങ്ങനെ നടത്തി കഴിഞ്ഞിട്ട് എന്ത് സംഭവിച്ചു, ഈ നമ്മുടെ ഈ ഫീമെയിൽ സെക്സ് റേഷ്യോ അത് കുത്തനെ ഒന്ന് കുറയാനായിട്ട് തുടങ്ങി. ഓക്കെ, അപ്പൊ അത് നിയന്ത്രിക്കാനായിട്ട്, അത് കൺട്രോൾ ചെയ്യുന്നതിന്, ഈ പെൺഭ്രൂണഹത്യ തടയുന്നതിനുമായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഏറ്റവും നല്ലൊരു ആക്ടാണ് KCPNDT ആക്ട് എന്ന് പറയുന്നത് കേട്ടോ. നോക്കുക, it is a statute approved to stop the female feticide that has resulted in declining the female sex ratio in India. ഫീമെയിൽ ഫെറ്റിസൈഡ് എന്ന് വെച്ചാൽ പെൺഭ്രൂണഹത്യ കേട്ടോ. നമ്മുടെ ഇന്ത്യയില് സ്ത്രീ അനുപാതം കുറയുന്നതിന് കാരണമായിട്ടുള്ള പെൺഭ്രൂണഹത്യ തടയുന്നതിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ആക്ടായിരുന്നു KCPNDT ആക്ട്. എപ്പോഴും അത് പ്രാബല്യത്തിനുണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെയൊക്കെ ഒരു ആക്ട് ഇല്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു, പെൺകുട്ടികളൊന്നും ജനിച്ചില്ലായിരുന്നു അല്ലെ. ഇന്നൊക്കെ അങ്ങനത്തെ ഒരു കാലഘട്ടം ഒന്നും അല്ല, ഒരുപാട് മാറി അല്ലെ. പണ്ടത്തെ കാലഘട്ടം പോലെ ഒന്നും അല്ല. ഇന്നിപ്പോ എല്ലാവർക്കും ഒരു മനോഭാവത്തിനൊക്കെ മാറി കുറെ കൂടെ ആളുകൾ ഫോർവേഡ് ആയി തുടങ്ങി അല്ലെ. അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇപ്പൊ ജീവിക്കുന്നത് അല്ലെ. പണ്ട് അങ്ങനെയല്ല, പ്രത്യേകിച്ച് കേരളത്തിലല്ല, നോർത്ത് ഇന്ത്യയിലൊക്കെ ഇതൊക്കെ വളരെ കൂടുതലായിരുന്നു ഈ ഒരു ഫീമെയിൽ ഫെറ്റിസൈഡ് അങ്ങനെയുള്ള കാര്യങ്ങൾ. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ. ആക്ടിന്റെ വർഷം പഠിക്കുക, ഫുൾ ഫോം പഠിക്കുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് MTP ആക്ട് കേട്ടോ. MTP ആക്ട് എന്ന് പറഞ്ഞാല് മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട് ആണ് കേട്ടോ. ഇതാണ് മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട്. വർഷം ഏതാണെന്നറിയോ, 1971, 1971 കേട്ടോ. ഇതാണ് വർഷം 1971. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ആക്ട് കൊണ്ടുവന്നതെന്ന് അറിയുമോ? ചില പ്രത്യേക സാഹചര്യങ്ങളിൽ, അത് നമ്മൾ എടുത്തു പറയണം, എല്ലാ സാഹചര്യമല്ല, ചില പ്രത്യേക സാഹചര്യങ്ങളിൽ സ്ത്രീകൾക്ക് അവരുടെ ഗർഭം അവസാനിപ്പിക്കുന്നതിന് നിയമപരവും സുരക്ഷിതവുമായിട്ടുള്ള അനുവാദം നൽകുന്നതിന് കാരണമായിട്ടുള്ള ആക്ടാണ് MTP ആക്ട് എന്ന് പറയുന്നത്. മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി, ടെർമിനേറ്റ് ചെയ്യാണ്, ഗർഭം അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, അതും ചില പ്രത്യേക സാഹചര്യങ്ങൾ, ഇപ്പോഴും അല്ല, ചില പ്രത്യേക സാഹചര്യത്തില് സ്ത്രീകൾക്ക് അവരുടെ ഗർഭധാരണം അവസാനിപ്പിക്കുന്നതിന് നിയമപരമായിട്ടുള്ള സുരക്ഷിതമായിട്ടുള്ള അനുവാദം നൽകുന്ന ഒരു ആക്ടാണ് MTP ആക്ട് എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞാല് വേറൊരു രീതിയിൽ നമുക്കത് പറയുകയാണെങ്കിൽ, ഈ നിയമവിരുദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് സുരക്ഷിതമല്ലാത്തതായിട്ടുള്ള ഗർഭഛിദ്രം, അബോർഷൻ അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആക്ട് കൂടെയാണ്. അതായത് അപകടകരമായിട്ടൊക്കെ നടക്കുന്ന പ്രശ്നങ്ങൾ കളയാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളൊരു കാര്യം കൂടെ പറഞ്ഞു, ചില പ്രത്യേക സാഹചര്യത്തിൽ, എല്ലാ സാഹചര്യങ്ങളിലുള്ള പ്രത്യേക സാഹചര്യങ്ങളിലാണ്. ഇപ്പൊ ചില കേസുകളിൽ ചില കുഞ്ഞുങ്ങള് ഇപ്പൊ പ്രഗ്നൻസിയിൽ ഇരിക്കുന്ന സമയത്ത് അമ്മയുടെ ജീവന് ബുദ്ധിമുട്ടുണ്ടാവാൻ സാധ്യതയുള്ള ചില പ്രഗ്നൻസികൾ ഉണ്ടാവാറ്. പിന്നെ ഇപ്പോ പ്രഗ്നൻസി ടൈമിൽ കറക്റ്റ് ആയിട്ട് സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എന്തെങ്കിലും വൈകല്യങ്ങളുള്ള കുഞ്ഞുങ്ങളുണ്ടായിരിക്കാം. നമുക്ക് ഒരു കാരണവശാൽ അത് റിക്കവർ ചെയ്യാൻ സാധിക്കാത്ത രീതിയിൽ വൈകല്യങ്ങളുള്ള കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അതിന് അനുവാദമൊക്കെ, അതായത് അവർക്ക് അങ്ങനെ ഒരു അബോർഷൻ ചെയ്യണമെങ്കിൽ ഈ ഒരു ആക്ട് അവിടെ ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ ഈ പ്രായപൂർത്തിയാകാത്തന്നല്ല, ചെറുപ്പം പെൺകുട്ടികളൊക്കെ പ്രഗ്നന്റ് ആവാം, അല്ലെങ്കിൽ ആ രീതിയിലൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വന്ന്, അപ്പൊ അതിനൊക്കെ നിയമപരമായിട്ടുള്ള ഒരു എന്താ പറയാ പ്രൊട്ടക്ഷനും കൂടെ അവർക്ക് നൽകുന്ന ഒരു ആക്ടാണ് MTP ആക്ട് എന്ന് പറയുന്നത് കേട്ടോ. ഒരിക്കലും എന്തല്ല, ഇങ്ങനെ ചിന്തിക്കരുത്, പ്രസവം നിർത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട ആക്ട് അല്ല കേട്ടോ, അങ്ങനെ ചിന്തിക്കരുത്. ഇപ്പൊ അങ്ങനെ 2-3 പ്രസവം കഴിഞ്ഞ് ചിലരെന്ത് ചെയ്യും, പ്രഗ്നൻസി സ്റ്റോപ്പ് ചെയ്യും, അതല്ല ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇത് പ്രത്യേക സാഹചര്യത്തില് സ്ത്രീകൾക്ക് അവരുടെ ഗർഭധാരണം അവസാനിപ്പിക്കുന്നതിന് അനുവാദം നൽകുന്ന, അത് നിയമപരമായിട്ടും സുരക്ഷിതമായിട്ടും അനുവാദം നൽകുന്ന ആക്ടാണ്. ഈ ഒരു ആക്ട് പ്രകാരം രജിസ്റ്റേർഡ് ആയിട്ടുള്ള, ലൈസൻസ്ഡ് ആയിട്ടുള്ള മെഡിക്കൽ പ്രാക്ടീഷണേഴ്സിന് മാത്രമേ അത് ചെയ്യാനായിട്ട് അനുവാദം ഉണ്ടായിരിക്കും. ദാറ്റ് മീൻസ് അബോർഷൻ ചെയ്യാനായിട്ട് അനുവാദം രജിസ്റ്റേർഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഈ പറയുന്ന ലൈസൻസ്ഡ് ആയിട്ടുള്ള മെഡിക്കൽ പ്രൊഫഷണൽസിന് മാത്രമേ അത് സാധിക്കുള്ളൂ കേട്ടോ.
ഇത്രയും മനസ്സിലാക്കിയാൽ മതി. നിങ്ങൾ അത്രയൊന്നും വെയിറ്റ് ചെയ്ത് നോക്കണ്ട, വർഷം പഠിച്ചു വെക്കണം കേട്ടോ. അപ്പൊ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട് 1973. It is an act to provide for the stoppage of certain pregnancies by registered medical practitioners and for matters linked to it. Okay, clear ആയോ പറഞ്ഞത്? Okay ആണോ? നെക്സ്റ്റ് വരുന്നതാണ് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് ആൻഡ് ഹാൻഡ്ലിംഗ് റൂൾസ് കേട്ടോ. ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് ഹാൻഡ്ലിംഗ് റൂൾസ് അത് നിങ്ങൾക്ക് അറിയാമായിരിക്കും. നിങ്ങൾ ബയോമെഡിക്കൽ വേസ്റ്റ് പഠിച്ചിട്ടല്ലേ ചാപ്റ്റർ. ഏതാണ് വർഷം? 1998 ആണ് കേട്ടോ. 1998 വർഷം കേട്ടോ. ഇനി എന്താണ് ഈ ഒരു ആക്ട് പ്രകാരം പറയുന്നത്? ദ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് ആൻഡ് ഹാൻഡ്ലിംഗ് റൂൾസ് 1998 came into operation. Biomedical waste must not be mixed with the other waste. അതാണ് നോട്ട് ചെയ്യുന്നത് കേട്ടോ. ബയോമെഡിക്കൽ വേസ്റ്റുകൾ ഒരു കാരണവശാലും മറ്റു വേസ്റ്റുകളുമായിട്ട് മിക്സ് ചെയ്യാനായിട്ട് പാടുള്ളതല്ല എന്ന് പറയുന്നത് ഏത് ആക്ട് ആണ്? ഈ ഒരു ആക്ട് ആണ് കേട്ടോ. ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് ഹാൻഡ്ലിംഗ് റൂൾസ് 1998. ഇങ്ങനെ ആലോചിച്ചാൽ മതി. ബയോമെഡിക്കൽ വേസ്റ്റുകള് മറ്റു വേസ്റ്റുകളുമായിട്ട് മിക്സ് ചെയ്യാനായിട്ട് പാടില്ല. മിക്സ് ചെയ്ത് 8ന്റെ പണി കിട്ടുന്ന ആലോചിച്ചാൽ മതി കേട്ടോ. ആ 8 കിട്ടാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പൊ 8 എന്ന് പറയുമ്പോൾ 1998 കേട്ടോ. ഓക്കെ, 1998. നമുക്കറിയാം ബയോമെഡിക്കൽ വേസ്റ്റ് എന്ന് പറയുന്നത് എന്തൊക്കെ വേസ്റ്റുകൾ വരാം? അതിനകത്ത് എന്തൊക്കെ വേസ്റ്റുകൾ വരാം? ആലോചിച്ച് നോക്കി. എന്തൊക്കെ വേസ്റ്റുകൾ വരാം? നിങ്ങൾ പറയൂ, എന്തൊക്കെ വേസ്റ്റുകൾ ഉണ്ടാവും? പാത്തോളജിക്കൽ വേസ്റ്റുകൾ ഉണ്ടാവാം അല്ലെ. നമ്മൾ ഈ പറയുന്ന ടിഷ്യൂസ് അല്ലെങ്കിൽ സെൽസുകൾ, ബോഡി ഓർഗൻസ് ദാറ്റ് ഈസ് റിമൂവ്ഡ് ഫ്രം സർജറി ഓർ ഓട്ടോപ്സി, ഇപ്പൊ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ സർജറിയിലൂടെ ഒക്കെ റിമൂവ് ചെയ്യുന്ന ബോഡിയുടെ പാർട്സ്, ടിഷ്യൂസുകള്, സെൽസുകള് അല്ലെ. ഓക്കേഷൻസിന് കറക്റ്റ് ആണ്. കെമിക്കൽ വേസ്റ്റുകള്, ന്യൂക്ലിയർ മെഡിസിൻ വേസ്റ്റുകള്, ലബോറട്ടറി വേസ്റ്റുകള്, ഷാർപ്പ് വേസ്റ്റുകള്, ഫാർമസ്യൂട്ടിക്കൽ വേസ്റ്റുകൾ, ഇതൊക്കെ എന്താണ്? ബയോമെഡിക്കൽ വേസ്റ്റുകളാണ് അല്ലെ. ഇതെല്ലാം തന്നെ ബയോമെഡിക്കൽ വേസ്റ്റുകളാണ്. അതൊരിക്കലും എന്ത് ചെയ്യരുത്? മറ്റുള്ള വേസ്റ്റുകളുമായിട്ട് മിക്സ് ചെയ്യാനായിട്ട് പാടുണ്ട്. ഓക്കെ, ഇനി രണ്ടാമത്തെ കാര്യം എന്താണ്? ബയോമെഡിക്കൽ വേസ്റ്റ് മസ്റ്റ് ബി സോർട്ടഡ് ഔട്ട് ഓഫ് കണ്ടെയ്നേഴ്സ് ഓർ ബാഗ്സ് അറ്റ് ദ പോയിന്റ്സ് ഓഫ് ജനറേഷൻ ബിഫോർ ഇറ്റ് സ്റ്റോറേജ്, ട്രാൻസ്പോർട്ടേഷൻ, ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസ്പോസൽ. അതുപോലെ നമ്മൾ ഈ ബയോമെഡിക്കൽ വേസ്റ്റുകൾ എവിടെയാണോ അത് ജനറേറ്റ് ചെയ്യുന്നത്, ആ ജനറേറ്റ് ചെയ്യുന്ന സ്ഥലത്ത് വെച്ച് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ സോർട്ട് ചെയ്യണം. അതിനെ തിരിച്ച് പ്രത്യേകം നമ്മൾ കണ്ടെയ്നർ അതിന്റെ കാറ്റഗറിയിലായിട്ട് നമ്മൾ അതിനെ സോർട്ട് ചെയ്യണം. അതിനുശേഷം മാത്രമേ നമുക്ക് പിന്നീട് അതിന്റെ സ്റ്റോറേജ്, ട്രാൻസ്പോർട്ടേഷൻ, ട്രീറ്റ്മെന്റ്, ഡിസ്പോസൽ ഇതിനൊക്കെ മുമ്പായിട്ട് ആദ്യം എന്ത് ചെയ്യണം? എവിടെ നിന്നാണോ ഈ വേസ്റ്റുകൾ ജനറേറ്റ് ചെയ്യുന്നത് അവിടെ വെച്ച് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ സോർട്ട് ചെയ്യണം. പ്രത്യേകം ബാഗുകളിൽ ആക്കണം. എന്നിട്ട് മാത്രമാണ് പിന്നെ അതിന്റെ ട്രാൻസ്പോർട്ടേഷനും അതിന്റെ സംസ്കരണവും ഡിസ്പോസലും കാര്യങ്ങളൊക്കെ നടത്തിയത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വെച്ചാൽ മിക്സ് ചെയ്യുന്നില്ല. എവിടെ നിന്നാണോ ഇപ്പൊ പാത്തോളജിക്കൽ വേസ്റ്റ് എവിടെ നിന്ന് ജനറേറ്റ് ചെയ്യുന്നു അവിടെ വെച്ച് തന്നെ അതിനെ നമ്മൾ പലതായിട്ട് തരംതിരിക്കുന്നു. ലബോറട്ടറി വേസ്റ്റ് ആണെങ്കിൽ അങ്ങനെ, അതുപോലെ തന്നെ ഫാർമസ്യൂട്ടിക്കൽ വേസ്റ്റ് ആണെങ്കിൽ ആ രീതിയിൽ, ന്യൂക്ലിയർ മെഡിസിൻ വേസ്റ്റ് ആണെങ്കിൽ അങ്ങനെ. അപ്പൊ ഇതൊക്കെ പ്രത്യേകം സോർട്ട് ചെയ്തതിന് ശേഷം മാത്രമേ പിന്നെ അതിന്റെ ആ ഒരു ട്രീറ്റ്മെന്റും ഡിസ്പോസലും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പാടുള്ളൂ. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ ആണോ? ക്ലിയർ. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആക്ട് ഇതാണ്. പ്രിവെൻഷൻ ഓഫ് വയലൻസ് ആൻഡ് ഡാമേജ് ടു പ്രോപ്പർട്ടി ആക്ട് 2012. കുറച്ചുകൂടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ആക്ട് ആണ്. നമ്മൾ ഇത്രയും പഠിച്ച ആക്ടുകളിൽ ഏറ്റവും ലേറ്റസ്റ്റ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അല്ലെ. 2012 കേട്ടോ. 2012 ഏത് ആക്ട് ആണ്? പ്രിവെൻഷൻ ഓഫ് വയലൻസ് ആൻഡ് ഡാമേജ് ടു പ്രോപ്പർട്ടി ആക്ട് കേട്ടോ. എന്താണ് ഈ ആക്ട് പറയുന്നത്? ഇറ്റ് ഈസ് ആൻ ആക്ട് ടു ബാൻ violence against healthcare service persons and to prevent damage and loss to property in healthcare service institutions and for the matters related thereto. അതായത് നമ്മൾ ഈ പറയുന്ന ആതുര സേവന സ്ഥാപനങ്ങളില് അല്ലെ, ഹോസ്പിറ്റലുകളിലും അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആരോഗ്യ പരിപാലന പ്രവർത്തകർക്കെതിരായിട്ടുള്ള ഈ പറയുന്ന അക്രമങ്ങള് അല്ലെ, അക്രമം അതുപോലെ നാശനഷ്ടങ്ങള് ഇതൊക്കെ തടയുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു ആക്ട് ആണ് ഏത്? പ്രിവെൻഷൻ ഓഫ് വയലൻസ് ആൻഡ് ഡാമേജ് ടു പ്രോപ്പർട്ടി ആക്ട് 2012.
ഇപ്പൊ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വന്ന് ആശുപത്രി തന്നെ കുടിക്കുക, അല്ലെങ്കിൽ അവിടെയുള്ള മെഡിക്കൽ ഈ പറയുന്ന അവിടുത്തെ മെഡിക്കൽ സ്റ്റാഫുകൾ അങ്ങോട്ട് കയറി ആക്രമിക്കാം, അല്ലെ? അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ നമ്മള് നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ ന്യൂസിൽ ഇഷ്ടം പോലെ നമ്മൾ കാണുന്നുണ്ട്. അതൊക്കെ വളരെ കുറ്റകരമാണ്. ഈ ഒരു ആക്ട് പ്രകാരം അതിന് കേസ് എടുക്കും. ഓക്കെ, ഇതാണ് അവിടെ പറയുന്നത് കേട്ടോ. അതായത് അതൊരു സേവന സ്ഥാപനങ്ങളിലും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആരോഗ്യ പരിപാലന പ്രവർത്തകർ, പറയുന്ന ഡോക്ടേഴ്സും നഴ്സസും എല്ലാ മെഡിക്കൽ സ്റ്റാഫുകൾക്കെതിരായിട്ടുള്ള അക്രമങ്ങള്, നാശനഷ്ടങ്ങള്, ഇതൊക്കെ പ്രിവെന്റ് ചെയ്യുന്നതിനായിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു ആക്ട് ആണ് പ്രിവെൻഷൻ ഓഫ് വയലൻസ് ആൻഡ് ഡാമേജ് ടു പ്രോപ്പർട്ടി കേട്ടോ. ഓക്കെ, ക്ലിയർ, മനസ്സിലായോ? ഇതോട് കൂടിയിട്ട് ഈ ഒരു ചാപ്റ്റർ ഇവിടെ നമ്മുടെ അവസാനിക്കുകയാണ് കേട്ടോ. അപ്പൊ ഇന്ന് നമ്മൾ പഠിച്ച ആക്ടുകൾ ഏതൊക്കെയായിരുന്നു? ലോ ഓഫ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്, ഏതാണ് വർഷം? 1987 സെപ്റ്റംബർ 1 കേട്ടോ. സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് ഏതാണ് വർഷം? 1860 കേട്ടോ. പിന്നെ നമ്മൾ പഠിച്ചത് PCPMDT ആക്ട് അല്ലെ, ഏതാണ് വർഷം? 1994 സെപ്റ്റംബർ 20. MTP ആക്ട്, മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട്, ഏതാണ് വർഷം? 1971 1971. Then ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് ആൻഡ് ഹാൻഡ്ലിംഗ് റൂൾസ്, എട്ടിന്റെ പണി കിട്ടുന്നതാണ് നമ്മൾ പറഞ്ഞത് അല്ലെ, മിക്സ് ചെയ്ത് കഴിഞ്ഞാല്. അപ്പൊ എന്താണ്? 1998. ലാസ്റ്റ് എന്താണ്? പ്രിവെൻഷൻ ഓഫ് വയലൻസ് ആൻഡ് ഡാമേജ് ടു പ്രോപ്പർട്ടി ആക്ട്, ഇതാണ് വർഷം? 2012 കേട്ടോ, 2012. ഈ വർഷങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ നിങ്ങളോട് ചിലപ്പോൾ ഇങ്ങനെയും ചോദിക്കാം, ഇന്ത്യയില് സ്ത്രീകളുടെ അനുപാതം കുറയുന്നതിന് കാരണമായ ഫീമെയിൽ ഫെറ്റിസൈഡ് അത് നിരോധിക്കാനായിട്ട് കൊണ്ടുവന്ന ആക്ട് ഏതാണ്? ഓപ്ഷനകത്ത് PCPMDT ഉണ്ടാവും, MTP ഉണ്ടാവും, അതുപോലെ ബയോമെഡിക്കൽ വേസ്റ്റ്. അപ്പൊ നിങ്ങൾക്ക് ഏത് ആക്ട് ആണെന്നുള്ളത് കൂടെ നിങ്ങൾക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും കേട്ടോ. കൂടുതൽ ഇമ്പോർട്ടൻസ് ഏതിന് തന്നെയാണ്? വർഷം. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ ആണോ? അപ്പൊ ഇതോടുകൂടി നമ്മുടെ എത്തിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂസ് എന്ന് പറയുന്ന ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് മെഡിക്കൽ റെക്കോർഡ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ അൺമ്യൂട്ട് ചെയ്യാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. കുഴപ്പമില്ലല്ലോ, ഈ ചാപ്റ്റർ എളുപ്പമില്ലേ പഠിക്കാനായിട്ട്? ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. അതുപോലെ MLC കേസും പ്രോപ്പർട്ടി ആക്ട്, അതിന്റെയൊക്കെ എക്സാമ്പിളുകൾ മാറിപ്പോകാതെ പഠിക്കുക. പേഷ്യന്റിന്റെ ബിൽ ഓഫ് റൈറ്റ്സ് മനസ്സിലാക്കുക. ആസ് എ പേഷ്യന്റ് ആയിട്ട് നമ്മളൊരു ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമുക്ക് എന്തൊക്കെ അവകാശങ്ങൾ ഉണ്ടെന്ന് നമ്മൾ അറിയണ്ടേ? ഓക്കെ, അതൊക്കെ മനസ്സിലാക്കി വെക്കുക കേട്ടോ. മോക്ക് ടെസ്റ്റുകളൊക്കെ ഇപ്പോഴും പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഞാൻ ഇപ്പോഴും പറയുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും തോന്നണ്ട. ഞാൻ പറയുന്ന എന്റെ കാര്യം എന്താണെന്ന് എട്ടാമത്തെ സമയത്ത് മനസ്സിലാവും. ഓക്കെ, ഓക്കെ അല്ലേ? വൈൻഡപ്പ് ചെയ്യാം. നമുക്ക് നെക്സ്റ്റ് ക്ലാസ് കേട്ടോ.